തുടങ്ങാമല്ലേ? ഓ മൈ ഗാഡ്, ഞാനേ മ്യൂട്ടാക്കി സംസാരിച്ചു, അതുണ്ടായത്. ഹലോ, തുടങ്ങാമല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? പറയുന്നത് കേൾക്കാനില്ലേ? അത്യാവശ്യം സൗണ്ട് ഇല്ലേ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ വോയിസ് പോരെ? ഹലോ, ഓക്കെ ഓക്കെ, ഞാൻ പേപ്പർ ഓക്കെ. പിന്നെ ഓക്കെ ഓക്കെ, എല്ലാവരും ജസ്റ്റ് മ്യൂട്ടൊന്നും ആക്കിയിരണ്ട, കാരണം എനിക്ക് എല്ലാവരും മ്യൂട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും, ജസ്റ്റ് ആരും കേൾക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ മ്യൂട്ടാക്കണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. ഞാൻ ആക്ച്വലി പേപ്പർ എ, പേപ്പർ ബി, എസ് എ ഇത് മൂന്നുമാണ് മീൻസ് പറയാൻ പോകുന്നത്, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി പേപ്പർ എയും പേപ്പർ ബിയും കമ്പൽസറി പേപ്പേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസാറ്റ് പോലെ തന്നെ എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ്സാക്കി കിട്ടിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% മാർക്ക് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് പേപ്പറും പാസ്സാവും. ആ രണ്ട് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷും പിന്നെ നമ്മുടെ ഒരു റീജിയണൽ ലാംഗ്വേജ്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊക്കെ ഒബ്വിയസ്ലി എല്ലാവരും മലയാളമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറെ വല്ല ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജസ് 25% മാർക്ക് മതി. സോ നമുക്ക് എസ് എ പറ്റി തുടങ്ങാം, കാരണം എസ് എ ആണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പേപ്പർ എന്നുള്ളതുകൊണ്ട് എസ് എ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിത് ജസ്റ്റ് ഫുള്ള് എവിടുന്ന് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ റിസോഴ്സാണ്. എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. സോ എക്സ്പീരിയൻസ് ഉള്ളവർ, ഞാൻ ജസ്റ്റ് ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, ഫീൽഡിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് വന്നിട്ട് 1-2 മാസമായിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. സോ അറിയുന്നവരുണ്ടെങ്കിൽ തിരുത്തുക. എസ് എ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ PDF ഇട്ടിരുന്നു, സിലബസിൻ്റെ ഒക്കെ. സിലബസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. സോ എസ് എ പറ്റി പറയുകയാണെങ്കിൽ എസ് എയുടെ സിലബസ് സിമ്പിളാണ്. ആക്ച്വലി നമുക്ക് 8 ചോയ്സസ് ഉണ്ടാവും. 8 ചോയ്സസ് നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ടാവും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ, ജനറൽ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യനും, പിന്നെ ഒന്ന് ഒരു കോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇഡിയമോ അല്ല ജസ്റ്റ് ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവം തന്നിട്ട് രണ്ടിനും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് ടോട്ടൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 125 മാർക്ക് വെച്ചിട്ട് 2 ക്വസ്റ്റ്യനും കൂടി 250 മാർക്കാണ്. പിന്നെ വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത് 1000 വേർഡ്സ് ടു 1200 വേർഡ്സ് വരെ എഴുതാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലിമിറ്റും തന്നിട്ടുണ്ട്, ഹയർ ലിമിറ്റും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ ഇടയിൽ എഴുതണം. ആക്ച്വലി ജസ്റ്റ് ഒരു 2000-2400 വേർഡ്സിൻ്റെ അടുത്ത് എന്തായാലും എഴുതണം. പിന്നെ ഈ എസ് എയുടെ പേപ്പർ എന്ന് പറയുന്നത് ഇവാലുവേഷനിൽ വരുന്ന പേപ്പറാണ്. ബാക്കി 2 പേപ്പറും, പേപ്പർ എ പേപ്പർ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് നമ്മുടെ മെറിറ്റിൽ വരില്ല, ജസ്റ്റ് ഇവാലുവേഷനിൽ വരുന്നില്ല. സോ എസ് എയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ ആർക്കും പോയി എഴുതാൻ പറ്റുന്നതുകൊണ്ടും ആക്ച്വലി നമുക്കൊക്കെ അത്യാവശ്യം എസ് എ എഴുതി, ഇപ്പോൾ ഒരു 5ാം ക്ലാസ് മുതലൊക്കെ എസ് എ എഴുതി ശീലമുള്ളത് കൊണ്ടും ആക്ച്വലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്കോപ്പുള്ള ഒരു പേപ്പറാണ് എസ് എയുടെ പേപ്പർ എന്ന് പറയുന്നത്. എക്സ് എയുടെ പേപ്പറിൽ നമുക്ക് മാക്സിമം സ്കോർ എന്ന് പറഞ്ഞാൽ 250 മാർക്സ് ആണ്. പക്ഷേ ആക്ച്വലി 180 മാർക്കൊക്കെ ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. എത്ര സ്കോർ ചെയ്യുന്നോ അത്രയും നമുക്ക് മെറിറ്റാണ്, അത്രയേ ഉള്ളൂ. പിന്നെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിൽ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് വിൽ ബി ഗിവൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് തരും. അതേപോലെ കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു റൈറ്റ് ക്ലോസ്ലി ടു ദ സബ്ജക്ട് ഓഫ് ദ എസ് എ ആൻഡ് ടു അറേഞ്ച് ദ ഐഡിയാസ് ഇൻ ഓർഡർലി ഫാഷൻ ആൻഡ് ടു റൈറ്റ് കൺസൈസ്ലി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് സബ്ജക്റ്റിനെ കുറിച്ച് അവരുടെ ഐഡിയാസ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യണം, അതും ഒരു ഓർഡർലി ഫാഷനിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഓർഡറായിട്ട് എഴുതണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ടു റൈറ്റ് കൺസൈസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജസ്റ്റ് ആ ഐഡിയ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടിപ്പിക്കൽ പശുവിൻ്റെ എക്സാമ്പിൾ പറയുന്ന പോലെ പശുവിനെ തെങ്ങി കെട്ടിയിട്ട് വെളിച്ചെണ്ണ പറ്റിയിട്ട് എഴുതിയൊരു കാര്യമില്ലല്ലോ. സോ നമ്മൾ കറക്റ്റായിട്ട് അവർ പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് എഴുതേണ്ടത്. അവർക്ക് ആ ടോപ്പിക്കിനെ പറ്റിയുള്ള കാര്യമാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നിനെ പറ്റി പോകരുത്. നമ്മളെപ്പോഴും നമുക്ക് തന്ന ടോപ്പിക്കിനായിട്ട് സ്റ്റിക്ക് ഓൺ ടു ദ ടോപ്പിക്. പിന്നെയെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ടു എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ. ഓക്കെ, ഇതൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്കിംഗ് എന്ന് പറയുന്നത് എഫക്റ്റീവും എക്സാക്റ്റും ആയിട്ടുള്ള എക്സ്പ്രഷനെ സംബന്ധിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ടാസ്ക് കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് മാർക്ക് തരുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും അരമാർക്കെങ്കിലും ഇട്ടുതരുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എക്സാമിൽ എഴുതുന്ന പോലെ അതിനായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. അവർ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഈ പേപ്പർ എയും പേപ്പർ ബിയിലും ഇതേപോലെ വരുന്നുണ്ട്. ഈ 2 കേസിൽ നമ്മൾക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യാൻ തരും. സോ അവർ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഐഡിയ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് 1 മാർക്ക് പോലും തരില്ല. അങ്ങനത്തെ കേസുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ സബ്ജക്റ്റിൽ നിന്നും ഞാൻ ആക്ച്വലി നോട്ട് എഴുതിയിട്ടുണ്ട്. സോ പോയിന്റ് ബൈ പോയിന്റ് ആണ്. സോ ഞാൻ ആ ഒരു പോയിന്റ് നോക്കിയിട്ടാവും പറയുന്നുണ്ടാവും. സോ അതിൻ്റെ ഒരു ലിങ്ക് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാവും.
പിന്നെയെന്ന് പറഞ്ഞാൽ നെവർ മൂവ് ഫ്രം ദ സബ്ജക്റ്റിൽ നിന്ന് മാറാൻ പാടില്ല. കാരണം നമ്മൾ കൺസൈസ് ആയിട്ട് ആ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാൻ. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഈ സബ്ജക്റ്റിനെ പറ്റി ഡെപ്ത് ആയിട്ടും ക്ലോസ് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം. ആക്ച്വലി അവർ പറയാൻ ജനറൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് നമ്മുടെ എത്തിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തരുക. സോ നമ്മുടേതായിട്ടുള്ള ആൻസർ നമ്മൾ ജസ്റ്റ് ആൻസറിനായിട്ട് അത്രയ്ക്കും ഇൻഡെപ്ത് ആയിട്ടും ക്ലോസ് ആയിട്ടും അറിയില്ലെങ്കിലും ജസ്റ്റ് അറിയുന്ന നടിച്ചിട്ട് പോലെങ്കിലും ജസ്റ്റ് നമുക്കറിയാമെങ്കിൽ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ എസ്സേയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊക്കെ കൂളായിട്ട് കണക്കാക്കും. ഇങ്ങനെ കൂളായിട്ട് പോയിട്ട് 10-50 മാർക്കൊക്കെ വാങ്ങി വന്നവരുണ്ട്. ആക്ച്വലി എസ്സേക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാവും എന്നാണ് ഞാൻ കണ്ട ഇൻ്റർവ്യൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തേ മതിയാവുള്ളൂ. അതുപോലെ നമ്മൾക്ക് ജസ്റ്റ് എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഫില്ലറിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. ആക്ച്വലി പക്ഷേ എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. സോ ഇന്നലെ ഒക്കെ പറഞ്ഞതില്ലേ, നമുക്ക് ജസ്റ്റ് എഴുതാൻ ചെന്നിരിക്കുമ്പോഴാണ് ജസ്റ്റ് വേർഡ്സ് കയ്യിൽ കിട്ടില്ല, അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവരുത്. സോ അതിന് വേണ്ടി നമുക്ക് ഇപ്പം തന്നെ കുറച്ചൊക്കെ എസ്സേ എഴുതി ശീലിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹിന്ദു എന്തായാലും മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. കാരണം ജസ്റ്റ് വേർഡ്സ് പാരഗ്രാഫ് നമ്മൾ ലിങ്കിങ്, അതേപോലെ ഒരുപാട് വേർഡ്സ് ഒക്കെ ചോദിക്കും. ജസ്റ്റ് പേപ്പർ എ ആണെങ്കിലും പേപ്പർ ബി ആണെങ്കിലും ജസ്റ്റ് വേർഡ്സിൻ്റെ മീനിങ്, സിനോണിംസ്, ആൻറ്റോണിംസ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെ ആയതുകൊണ്ട് ഈ മീനിങ് വെച്ച് നമുക്ക് മനസ്സിലാക്കി പോയേ മതിയാവുള്ളൂ. പിന്നെ ജസ്റ്റ് എസ്സേ എഴുതുമ്പോൾ ജസ്റ്റ് അവരുദ്ദേശിക്കുന്നത് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്കിൽ ഉണ്ടോയെന്നും കൂടി നോക്കും തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വേർഡിന് തന്നെ പല പല സിനോണിംസ്, ആൻറ്റോണിംസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനോണിംസ് ഉണ്ടാവും, ആൻറ്റോണിംസ് അല്ല സിനോണിംസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു വേർഡ് നോക്കുകയാണ്. അപ്പോൾ ഏകാന്തത എന്നുള്ളൊരു വേർഡ്, ജസ്റ്റ് അതിന് നമ്മളിപ്പോൾ അബാൻഡഡ്, ഐസോലേറ്റഡ്, എലോൺ, അങ്ങനെ ജസ്റ്റ് പല കോണ്ടെക്സ്റ്റിലും പല വേർഡ്സ് ആണ്. ആക്ച്വലി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സിമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ മരണത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ നിര്യാതനായി, മരണപ്പെട്ടു. ഇപ്പോൾ ആനയുടെ കേസാണെങ്കിൽ ചെരിഞ്ഞു. അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോരോ രീതിയിലാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുക. സോ അതും റെലവൻ്റ് ആണ്. നമ്മുടെ യൂസേജ്, നമ്മുടെ സ്കില്ല് അത് വ്യത്യാസപ്പെടും. സോ ആക്ച്വലി അവിടെ ചെന്നിട്ട് പതറിപ്പോകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എസ്സേ എഴുതുന്ന ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ GS പേപ്പറും എസ്സേയും എല്ലാ പേപ്പറും ആ ലാംഗ്വേജിൽ തന്നെ എഴുതേണ്ടി വരും. നമുക്കിപ്പോൾ എസ്സേ മലയാളത്തിലാണ് എഴുതാൻ സുഖം എന്ന് പറഞ്ഞിട്ട് മലയാളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള GS പേപ്പർ ഫുള്ള് നമ്മൾ മലയാളത്തിൽ എഴുതേണ്ടി വരും. അങ്ങനത്തെ ഒരു കേസ് ഉണ്ട്. സോ ആക്ച്വലി നമുക്ക് GS എഴുതാൻ ബാക്കിയുള്ള പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർക്കൊക്കെ എഴുതാൻ സുഖത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു സുഖത്തിനനുസരിച്ച് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. പിന്നെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 hours ഉണ്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഈ 3 hours 2 എസ്സേ എഴുതി തീർത്താൽ മതി. പക്ഷേ ആലോചിച്ചിരുന്നിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് 3/4 മണിക്കൂർ ആലോചിച്ചിട്ട് പിന്നെ ഒട്ടും ഓർഗനൈസ് ആവാതെ എഴുതി കൺക്ലൂഷൻ എത്താത്ത രീതിയിൽ പോകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്സേ എഴുതി കൺക്ലൂഡ് ആക്കാൻ പറ്റണം. അല്ലാതെ ചുമ്മാ ജസ്റ്റ് വെറുതെ എഴുതിയിടില്ല. ആക്ച്വലി കുറച്ച് എഴുതി പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പേപ്പർ കൊടുക്കേണ്ട അവസ്ഥ വരാതെ ആക്ച്വലി എസ്സേ കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം എന്നാണ് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ ഇതുവരെ കേൾക്കാനില്ലേ? ജസ്റ്റ് ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ് പറഞ്ഞു അജയ്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ. പിന്നെ ഈ ആക്ച്വലി ഇവർ എസ്സേ എന്ന് മീൻ ചെയ്യുന്നത്, എസ്സേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിബറലായിട്ട് എന്തും എഴുതി വെക്കാം എന്നുള്ളൊരു തരത്തിലുള്ളൊരു പേപ്പർ പോലെയാണല്ലോ. സോ ആക്ച്വലി അവർക്കും അത് തന്നെയാണ് വേണ്ടത്. എസ്സേ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ഒരു ഫിലോസഫി, നമ്മുടെ ഒരു കമൻറ്റ്, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാവും ആക്ച്വലി എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എസ്സേയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ജസ്റ്റ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ടാക്സ് ഒക്കെ ഇല്ലേ, അതേപോലെ ലാസ്റ്റ് ഒരു എൻഡ് ഉണ്ടാവും. ചിലപ്പോൾ ഡിസ്കസ് എന്നാവും, ചിലപ്പോൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നാവും, ചിലപ്പോൾ അനലൈസ് എന്നാവും, ഇവാലുവേറ്റ് എന്നാവും, ഇലൂസിഡേറ്റ് എന്നാവും. സോ നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമുക്ക് ആൻസർ കൊടുക്കാൻ. ഒരു പക്ഷേ നമുക്കിപ്പോൾ ഡിസ്കസ് അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു കോട്ട് തന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ അംബേദ്കർ പറഞ്ഞതോ അബ്ദുൽ കലാം പറഞ്ഞതോ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ തന്നെ പറയണം. ജസ്റ്റ് അവർക്ക് അതാണ് വേണ്ടത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മളെ ജസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് അവർക്ക് വേണ്ടത്. കാരണം നമ്മളെ ഈ സിലബസിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ എക്സാക്ട് എക്സ്പ്രഷനാണ്, ജസ്റ്റ് നമ്മുടെ എക്സ്പ്രഷനാണ് അവർക്ക് ആവശ്യം. അല്ലാതെ വേറൊരാൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതോ ജസ്റ്റ് വേറൊരാളുടെ ഒരു
നോമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ, നമ്മുടേതായ എക്സ്പ്രഷൻ ഉണ്ട്, അതാണ് അവർക്ക് വേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏതാണെന്ന് വായിച്ച് മനസ്സിലാക്കണം. ഡിസ്കസ് ആണോ, ഇവാലുവേറ്റ് ആണോ, അനലൈസ് ആണോ, അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എസ് എഴുതുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റിംഗ് ഇസ് എ സ്കിൽ. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്കില്ല് തന്നെയാണ്. കാരണം പറയുന്ന പോലെ പോയി എഴുതാൻ പറ്റില്ല. എനിക്കൊന്നും എന്തായാലും പോയി ചുമ്മാ പോയി പ്രിപ്പയർ ചെയ്യാതെ പോയി എസ് ഒന്നും എഴുതാൻ പറ്റില്ല. സോ ജസ്റ്റ് ആ സ്കില്ലില്ലാത്തവർ എന്തായാലും, സ്കില്ലുള്ളവരുണ്ടാവും, ബട്ട് സ്കില്ലില്ലാത്തവർ ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം. കാരണം ഈ പേപ്പർ അറ്റൻഡ് ചെയ്യാതെ കാര്യമില്ല. പോരാത്തതിന് ഇത് നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. സോ ഇത് വേസ്റ്റ് ആക്കി കളയുന്നത് ഫൂളിഷാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഈ ബിഗിനേഴ്സിന് എളുപ്പമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അറിയാത്തവർ എഴുതി പഠിക്കണം. പിന്നെ ജസ്റ്റ് എഴുതി പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ വിചാരിക്കും അവിടെ പോയി നമുക്ക് ചുമ്മാ എഴുതാൻ പറ്റുമെന്ന്. എഴുതി പഠിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, എഴുതി പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ആൻസർ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് തന്നെ സ്വയം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു തന്നെ സ്വയം ഫീഡ്ബാക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ എസ് ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. പല രീതിയിൽ ക്ലാസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന രീതിയിൽ 2 എസ്സേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു എഡിറ്റോറിയലിലൊക്കെ കാണുന്ന ഒരു എസ്സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജേർണലിസം ആയിട്ട് ബേസ് ചെയ്തുള്ള ഒരു എസ്സേയും പിന്നെ ഒരു ഫോർമലായിട്ട് ബേസ് ചെയ്തുള്ള. നമുക്ക് എഴുതാൻ അവരാവശ്യപ്പെടുന്നത് ഈ ഫോർമലായിട്ടുള്ള എസ്സേ ആണ്. അതായത് ജേർണലിസം അതുപോലത്തെ എസ്സേ അല്ല. ഓക്കെ, നമ്മൾ ഈ ഹിന്ദു വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന എസ്സേ എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസം ആ ഒരു ടൈപ്പ് എസ്സേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം, മീഡിയ അല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്ച്വലി ഒരു ഡെക്കറം ഫോളോ ചെയ്യേണ്ട പോലെയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെ പറ്റി നമുക്കൊന്നും അധികമായിട്ട് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 2 എസ്സേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എസ്സേയും പിന്നെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള എസ്സേയും. ഈ ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ചിലപ്പോൾ ഒരു ഗാന്ധി പറഞ്ഞ ഒരു കോട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു കോട്ട് തരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് വിസ്റ്റം അല്ല ജസ്റ്റ് ഒരു കോട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ ഈ ഒരു പഴഞ്ചൊല്ല് പോലെ അങ്ങനെ എന്തെങ്കിലും ഫ്രേസ് തന്നിട്ട് അത് എഴുതാനോ, അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ളൊരു കോട്ട് തന്നിട്ട് അതിനെ പറ്റി എഴുതാനോ ഒക്കെ ആവും ഈ ഫിലോസഫിക്കലായിട്ട് ചോദിക്കുക. ഇപ്പോൾ 2018 മുതൽ ഇതിൽ ഒരു ഫിലോസഫിക്കലും ഒരു ജനറലും എന്നുള്ള രീതിയിലാണ് എഴുതി വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലോസഫിക്കലും മസ്റ്റാണ്. പിന്നെ നമുക്ക് എസ്സേ വേണമെങ്കിൽ പോയി പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റും, അല്ലാതെ ജസ്റ്റ് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. ഫ്രീ ആയിട്ട് എഴുതുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മൂഡ് സിങ്സ് അല്ല, നമുക്ക് ഒരു 2 പേജൊക്കെ എഴുതി കഴിയുമ്പോഴാണ് നമുക്കൊരു അടിപൊളി പോയിന്റ് കിട്ടുക. സോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ മിക്സ് ചെയ്താൽ അങ്ങ് എഴുതും. എഴുതി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതി വന്നതിൻ്റെ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടും. അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് കയറ്റി വെച്ച് എഴുതിയൊരു വൃത്തികെട്ട ഒരു എസ്സേയാവും ലാസ്റ്റ് ഉണ്ടാവുക. സോ ബെറ്റർ പ്ലാൻ ചെയ്ത് എഴുതുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇനി കുറച്ച് ടിപ്സ് പോലുള്ള കാര്യങ്ങളാണ്. ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസിസ് ആയിട്ട് എങ്ങനെയാണ് പ്ലാനിങ് എന്നൊക്കെയാണ്. ആക്ച്വലി ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എക്സാം ഹാളിൽ ചെന്നിട്ട് വേണ്ടവർ ഫോളോ ചെയ്യേണ്ട ഒരു രീതിയാണ്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി 3 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. 2000 വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ടൈം കിട്ടുന്നുണ്ട്. സർപ്ലസ് ഓഫ് ടൈം ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 30 മിനിറ്റ് എടുത്ത് ആലോചിച്ച് എഴുതിയാലും നമുക്ക് നല്ല പോലെ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് 1/2 മണിക്കൂറും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് കഴിവുള്ളവർക്കാണെങ്കിൽ എഴുതാൻ പറ്റും. ബട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്തിട്ട് നമ്മുടെ എസ്സേ ഒന്ന് പ്ലാൻ ചെയ്ത് എഴുതുന്നത് നന്നാവും. എഴുതാൻ അറിയാത്തവർക്ക് ജസ്റ്റ് എഴുതാൻ അറിയുന്ന ഒരു രീതി എന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. എഴുതാൻ അറിയാത്തവർ എന്നുള്ള രീതി. ഓക്കെ, 2000 വേർഡ്സ് എത്ര പേപ്പർ ആണെന്നോ? ആക്ച്വലി ഒരു എസ്സേ എന്ന് പറയുന്നത് 8 to 10 പേജസ് വേണം എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിലൊക്കെ ഞാൻ കണ്ടത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പറയുന്നത് ഒരു 8 to 10 പേജ് ഒരു എസ്സേ വേണമെന്നാണ്. പേജ് എന്ന് വിചാരിക്കുമ്പോൾ ജസ്റ്റ് നമ്മളുടെ പേജ് പോലെയല്ല, ജസ്റ്റ് അവരുടെ ഒരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലാനിങ്ങും സ്ട്രക്ചറായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. ജസ്റ്റ് 4 ടോപ്പിക്സ് ഉണ്ട്, 4 അല്ല 8 ടോപ്പിക്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾ 2 ടോപ്പിക് സെലക്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്നൊരു സ്ട്രക്ചറിലായിട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു 20 മിനിറ്റ്സ് മാക്സിമം ഒക്കെ എടുത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, എസ്സേ ആകുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ. അത് ജസ്റ്റ് അവർ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചറലായിട്ട് ഓർഡർലി ഫാഷനിൽ എഴുതണം. സോ ഇത് മസ്റ്റ് ആണ്.
ഓക്കെ, ഇനി പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും പല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ കണ്ടതിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ഒരു 200 വേർഡ്സ്, കൺക്ലൂഷൻ ഒരു 200 വേർഡ്സ്. ആക്ച്വലി ഒരു ഐഡിയൽ എസ്സേക്ക് വേർഡ് ലിമിറ്റ് അല്ല, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൂടി വൺ തേർഡ് ഓഫ് ദ എസ്സേ വേണം എന്നാണ് പറയാറ്. സോ ഇൻട്രൊഡക്ഷൻ 200 വേർഡ്സ്, കൺക്ലൂഷൻ 200 വേർഡ്സ് ഉപയോഗിച്ചാൽ നല്ലത്, അത്രേ പറയുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവരുടെ മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റിനും അതുപോലെ തന്നെ കണ്ടന്റിന് മാത്രമല്ല കണ്ടന്റിന്റെ പ്രസന്റേഷനും കൂടിയാണ്. സോ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടന്റ്സ് പ്രസന്റ് ചെയ്യാൻ കഴിയണം. പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആക്ച്വലി 2000 വേർഡ്സ് എഴുതാനുണ്ട്. ഒരു എസ്സേ 10 പേജ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് അത് കുറച്ച് കൂടുതലാണ്, എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണ്. സോ ഹാൻഡ് റൈറ്റിംഗ് ഒരു വലിയ അത്യാവശ്യം മോശമല്ലാത്തൊരു ഫാക്ടറാണ്. കാരണം ഇംപ്രഷനെ വെച്ച് നോക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ എഴുതി വന്ന് അവസാനം എത്തുമ്പോൾ ഒരു ഒന്നിനും പറ്റാത്ത ഹാൻഡ് റൈറ്റിംഗ് ആവുകയാണെങ്കിൽ അതൊരു ബാഡ് ഇംപ്രഷൻ അല്ലേ. സോ ആക്ച്വലി അത്രയും ലെങ്ത്തിൽ എഴുതാൻ GS പേപ്പറൊക്കെ എഴുതുന്നതാണ്. ബട്ട് എഴുതാൻ കഴിയാത്തവർ ജസ്റ്റ് എഴുതിയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് കൈക്ക് അതൊന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ടോപ്പിക് സെലക്ഷൻ. ആക്ച്വലി നമുക്ക് 8 ടോപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൽ 2 ടോപ്പിക് സെലക്ട് ചെയ്യണം. നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ ഒരു നല്ലൊരു കോട്ടല്ല, ജസ്റ്റ് ഒരു പ്രോവർബ് കണ്ട വിസ്ഡം ഈസ് വൈസ് എന്നോ അങ്ങനെ എന്തോ ഒരു കഴിഞ്ഞ ഇയറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു കോട്ടൊക്കെ കണ്ട യെസ് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ള രീതിയിൽ നമ്മൾ പോയി അതിന്റെ രസം കണ്ടിട്ട് സെലക്ട് ചെയ്യരുത്. നമുക്ക് കണ്ടന്റ് ഉള്ളത്, കയ്യിൽ എഴുതാൻ പറ്റുന്നത് കണ്ടന്റ് ഉള്ളത് നോക്കി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എങ്ങനെ ബാക്കിയുള്ളവരെക്കാളും ബെറ്റർ ആയിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ എസ്സേ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എസ്സേ ഏതാണോ ആ ടോപ്പിക് വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ എക്സ്ട്രീം ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക്സ്, ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് അറിയുന്നവരുണ്ടാവും. എന്നെ പോലെ ഒരാൾക്ക് ഇന്റർനാഷണൽ ആയിട്ട് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിനെ പറ്റി എഴുതാൻ പറഞ്ഞാലൊന്നും എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള എക്സ്ട്രീം ടോപ്പിക്സ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ്ട്രീം ടോപ്പിക്സ് എടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്, ഇത് വെറുതെ ഒരു പോയിന്റാണ്. ജസ്റ്റ് നമുക്ക് സ്വയം ആസ്വദിച്ച് എഴുതാൻ പറ്റുന്നത് സെലക്ട് ചെയ്തെടുത്താൽ നല്ലത്. പിന്നെ ജസ്റ്റ് പ്ലാനിങ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സാമിന് മുന്നേ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞല്ലോ. സോ അവിടെ പ്ലാൻ ചെയ്യേണ്ട കുറച്ച് ഐഡിയാസ്, ഒട്ടും പ്ലാൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു 4-5 മെത്തേഡ്സ് ഓഫ് പ്ലാനിങ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടൈറ്റിൽ വേണം. എസ്സേ ആകുമ്പോൾ ടൈറ്റിൽ മറക്കരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഐഡിയാസ് ഉണ്ടാവും, ഓരോ ഐഡിയാസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിയെ പറ്റിയ ഒരു എസ്സേ ആണെന്ന് വിചാരിക്കുക. സോ നമുക്കിപ്പോൾ ഗാന്ധിയെ പറ്റിയുള്ള ഒരു ഐഡിയാസ് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നപ്പോൾ, യൂത്ത് ആയിരുന്നപ്പോൾ, പിന്നെ ഏജ് ആകുമ്പോൾ ജസ്റ്റ് അങ്ങനെ നമുക്ക് ജസ്റ്റ് 3 ഐഡിയാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ ഐഡിയാസും ഓരോ പാരഗ്രാഫ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് നമുക്ക് ഈ ഓരോ പാരഗ്രാഫ്സും അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് എക്സാമിൻ ചെയ്തിട്ട് ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ലോജിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്ത് എക്സ്ട്രാ പാരഗ്രാഫ് കൂട്ടാം, അല്ലെങ്കിൽ കണ്ടന്റിന് ഡെപ്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് എഴുതുന്നതിന് മുന്നേ നമ്മുടെ ഈ പാരഗ്രാഫ്സ് ഒക്കെ നമ്മൾ തന്നെ എക്സാമിൻ ചെയ്ത് ഇത് വീക്ക് ആയിട്ടുള്ള പാരഗ്രാഫ് ആണോ, നമുക്ക് ഉറപ്പുള്ള കാര്യമാണോ, ഉറപ്പുള്ള ഫാക്ട്സ് ആണോ നമ്മൾ എഴുതുന്നത്. അല്ലാതെ ബ്ലണ്ടറൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞ് എക്സാമിനറിന് ജസ്റ്റ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളെ പറ്റി ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കരുത്. ഇയാൾക്കൊന്നും അറിയില്ല, ഇയാൾ കണ്ട സാധനം എഴുതി വെച്ചിരിക്കുകയാണെന്ന് അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാവാതെ നോക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പല ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മെട്രിക്കുലേഷൻ ലെവൽ ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് അതിനെപ്പറ്റി ഇങ്ങനെ കാര്യമായിട്ട് അതിനെപ്പറ്റിയുള്ള പോയിന്റ്സ് എഴുതി വയ്ക്കും. പക്ഷേ ഇങ്ങനത്തെ UPSC സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ ഏറെക്കുറെ എല്ലാ ഡയമെൻഷനും ചിന്തിച്ചിട്ട് എല്ലാ ഡയമെൻഷനെയും ഉൾക്കൊള്ളിച്ച് ഒരു എസ്സേ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിപ്പോൾ എല്ലാ ഒരു വീക്ഷണകോണുകൾ, എല്ലാ ആംഗിളിൽ നിന്നുള്ള ഒരു എല്ലാ പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു കാഴ്ച നമുക്ക് വേണം. അതുപോലെ തന്നെ ജസ്റ്റ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാരഗ്രാഫിൽ അതിനെ പറ്റി തന്നെ പറയണം. അല്ലാതെ 2-3 കാര്യങ്ങൾ കമ്പയർ ചെയ്ത് ഒരു പാരഗ്രാഫിൽ പറയുന്നത് അത് ശരിയാവില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് അറിയാത്ത ആംഗിൾ, അതായത് വീക്ക് ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ അല്ലേ. അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു എസ്സേക്ക് സ്ട്രക്ചറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ജസ്റ്റ് ഒരു എസ്സേ എഴുതുമ്പോൾ വാട്ട്, വേർ, വെൻ, ഹൂ, ഹൗ, ജസ്റ്റ് ആ രീതിയിൽ എന്ത് എങ്ങനെ. ഇപ്പോൾ ജസ്റ്റ് സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട്, ഇൻഡിപെൻഡൻസിനെ പറ്റി എഴുതാൻ പറ്റുകയാണെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം,
എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തത്, ആ രീതിയിൽ എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ പറ്റി എസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സബ്ജക്റ്റീവായിട്ട് പ്രൊഡക്ഷനെ പറ്റി എഴുതാം, അതുപോലെ തന്നെ കൺസപ്ഷനെ പറ്റി എഴുതാം, ട്രേഡിനെ പറ്റി എഴുതാം. ഇനി ട്രേഡിൽ തന്നെ സബ് പോയിന്റ് ആയിട്ട് നമ്മുടെ ലോക്കൽ ട്രേഡ് എഴുതാം, ഇന്റർനാഷണൽ ട്രേഡ് എഴുതാം. ഇനി ഇന്റർനാഷണൽ ട്രേഡിൽ തന്നെ സബ് പോയിന്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ടിനെ പറ്റി എഴുതാം, ഇമ്പോർട്ടിനെ പറ്റി എഴുതാം. അങ്ങനെ സബ്ജക്റ്റീവായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതുപോലെ ജസ്റ്റ് വേണമെങ്കിൽ ഓർഗാനിക് ആയിട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അങ്ങനെ ഒരു ടൈം ലൈൻ ബേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു ഐഡിയ ഇല്ല, ഒന്നും അറിയില്ല, അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഓപ്ഷണൽ ഫ്രെയിം വർക്ക് വെച്ച് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഠിക്കാൻ GS പഠിക്കാൻ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ അങ്ങനത്തെ കാര്യം വെച്ച് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി എഴുതാം. ഹിസ്റ്ററി തന്നെ ഇപ്പോൾ വേൾഡ് വാറിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വേൾഡ് വാറിനെ പറ്റി അങ്ങനെയൊന്നും ചോദിക്കില്ല, ജസ്റ്റ് അങ്ങനെ ഒരു എസ്സേ വരികയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയിലോട്ട് പോകാം. ജസ്റ്റ് പഴയ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി ആ രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് എഴുതാൻ പറ്റും, സോഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റ്, ജസ്റ്റ് ഫിസിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ്, എത്തിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ്, ജസ്റ്റ് പിന്നെ ഇന്റർനാഷണൽ ലെവലുള്ള ഇമ്പാക്റ്റ്. ഇനി അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ജസ്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് വെച്ച് എഴുതാൻ പറ്റും. പിന്നെ ഈ യോജന അതുപോലത്തെ മാഗസിൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ റെലവൻ്റ് ആയ ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടും. ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഇലിസ്ട്രേഷൻസ്, എക്സാമ്പിൾസ്, കേസ് സ്റ്റഡി, നമ്മളിപ്പോൾ പൊളിറ്റിക്സിലൊക്കെ ടെക്സ്റ്റിലൊക്കെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ആ കേസ് സ്റ്റഡീസ് ഒക്കെ ഈ പൊളിറ്റിക്സിന്റെ ടെക്സ്റ്റ് ഒക്കെ മറച്ചു നോക്കി കഴിഞ്ഞാൽ ചറ പറ കേസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ആ കേസ് സ്റ്റഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും ഈ എസ്സേസിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കോസ്, കോൺസിക്വൻസ്, ഇമ്പാക്റ്റ് ആ രീതിയിലും വേണമെങ്കിൽ ഒരു എസ്സേ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒരു എസ്സേയെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക. പിന്നെ ഓർഡറിങ്, എസ്സേ നമുക്ക് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബോഡി ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ല, ബോഡി ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ ജസ്റ്റ് ഈ വായിക്കുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിൽ നല്ല ശക്തമായ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ്സ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. പിന്നെ ഇടയിലൊക്കെ വരുമ്പോൾ വീക്കറായുള്ള പോയിന്റ്സ് ഇടയിൽ കൊടുത്താലും ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ആർഗ്യുമെന്റ്സ് വരുന്ന രീതിയിൽ, ആർഗ്യുമെന്റ്സ് വരുന്നതല്ല, കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓരോ പാരഗ്രാഫും തമ്മിൽ ലിങ്ക് കീപ്പ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിൽ നിന്ന് വേറൊരു പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു പേജ് മറിച്ച പോലെ തോന്നാൻ പാടുള്ളൂ, അല്ലാതെ വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കിലേക്ക് പോയ പോലെ ഒരിക്കലും തോന്നാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 200 വേർഡ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ 200 വേർഡ്സ് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് കാണുക. സോ അവരുടെ ഉള്ളൊരു ഇത് കീപ്പ് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ജസ്റ്റ് അവരെ ഇരുത്തി ഈ എസ്സേ വായിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ആക്ച്വലി. എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. എന്തായാലും അവരെ ഇരുത്തി വായിപ്പിക്കണം. സോ ആക്ച്വലി നമുക്ക് ഒരു ഇൻട്രോ എഴുതുമ്പോൾ ഒരു അനൗൺസ്മെന്റ് പോലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇന്ന കാര്യങ്ങളാണ് ഇന്നൊരു ആസ്പെക്റ്റിനെ പറ്റി ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കണ്ടന്റ്സ് ഫോളോ ചെയ്ത് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു തെസിസ് പോലെ വേണമെങ്കിൽ ഇൻട്രോ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. തുടങ്ങാൻ നേരം വേണമെങ്കിൽ നമുക്ക് അറ്റൻഷൻ എന്ന് വെച്ചാൽ അവർ ഇനി എന്തായാലും ഒരു 10-20 മിനിറ്റ് ഇരുന്ന് ജസ്റ്റ് എന്തായാലും എസ്സേ വായിച്ചിരിക്കും എന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അവരെ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വേണം ഇൻട്രോ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇരുന്ന് എന്തെങ്കിലും കഴിവ് പ്രതീക്ഷിക്കുന്നു, ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ തരുന്ന ഒരു എസ്സേ ആണെന്നുള്ളത് അവർക്ക് ഒരു ഫീൽ ഉണ്ടാവണം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അങ്ങനെ ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം. ഫാക്ച്വൽ ആയിട്ട്, എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് പോലെ എന്തെങ്കിലും പറയാം, ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. അനിക്കോഡേറ്റ് എഴുതാം. അനിക്കോഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഈ +2 ടെസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ കഥയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വെൻ യു ലേൺ എ വുമൺ യു ഡെവലപ്പ് എ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു അനിക്കഡോട്ട് പോലെയൊക്കെ സംഭവങ്ങൾ പഠിക്കുന്നുണ്ട് +2. അതേപോലെ ജസ്റ്റ് നമുക്കൊരു കഥയൊക്കെ വെച്ച് എഴുതാൻ തുടങ്ങും. ഇപ്പോൾ വിസ്ഡം ഈസ് വൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജസ്റ്റ് എന്തെങ്കിലും കഥയോ അനിക്കഡോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഫുൾ എസ്സേ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് എന്തെങ്കിലും എഴുതി വെക്കുന്നുള്ളൂ, അല്ലാതെ ഒരു എക്സ്റ്റംപറി സ്പീച്ച് പോലെയൊന്നും അല്ലല്ലോ. സോ നമുക്ക് എഴുതേണ്ടത്
ഒരു ഇൻ്റർപ്രിട്ടേഷൻ ലെവലിലാണെങ്കിൽ നമുക്ക് ഇൻട്രോ സ്കിപ്പ് ചെയ്തിട്ട് ബോഡി എഴുതി നമ്മൾ എഴുതിയത് എന്താണോ അതിന് ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ വിഷൻകാർ അവരുടെ ഒരു വിഷൻ്റെ ഒരു ഇതിൽ കണ്ടതാണ്, എന്താണ് ഒരു ക്ലാസ് പോലെ സംഭവത്തിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ടോപ്പർ ഒരു അടിപൊളി ഇൻ്റർവ്യൂ അല്ല ഇൻട്രോ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 4-5 കൊല്ലത്തിന് ആ ഇൻട്രോ റിപ്പീറ്റ് ചെയ്യുമെന്ന്. അത് ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. ജസ്റ്റ് അവരൊക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യക്കാരൊക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പറിൻ്റെ അടിപൊളി എന്താ അതിൻ്റെ പേരെന്താ, ഓക്കെ, ഇൻട്രോ ആണെങ്കിൽ ജസ്റ്റ് അത് അവർ കോപ്പി അടിച്ചൊരു 4-5 വർഷം അതേ സാധനം തന്നെ ആക്ച്വലി സെയിം കണ്ടന്റ് അല്ലെങ്കിൽ സെയിം ഒരു പാറ്റേണിലൊക്കെ എഴുതി വെക്കും. പിന്നെ യോജന അതുപോലെ മാഗസിനിൽ നല്ലൊരു ഇൻട്രോ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇനി ബോഡിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് കമാൻഡിങ് ലാംഗ്വേജ്, അല്ലാതെ ജസ്റ്റ് അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിറൽ ആ ഒരു ലെവലിലുള്ള ലാംഗ്വേജ്, നമ്മളിപ്പോൾ കമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ്റെ യാചിച്ചുള്ള ഒരു ലാംഗ്വേജ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാം നോക്കിക്കാണുന്ന ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ലാംഗ്വേജിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ജസ്റ്റ് നമുക്ക് ആ തെസിസ് എന്ന് പറഞ്ഞ കാര്യം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ, പോയിന്റ് അല്ല ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സ് അല്ല എന്ന് തോന്നുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് ജസ്റ്റ് അതിനെപ്പറ്റി നമുക്ക് എഴുതി പോവാം. അങ്ങനെ എഴുതി പോകുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് നമ്മുടെ എസ്സേ പറ്റി ഒരു എക്സ്പെക്ടേഷൻ, ഒരു ക്ലാരിറ്റി അതൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ പോയിന്റ് നിന്ന് ഡൈവേർട്ട് ആയി പോകില്ല. നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിനെ പറ്റി പിന്നെ നമ്മളങ്ങ് എഴുതി ഈ പോയിന്റ് ബൈ പോയിന്റ് കീപ്പ് ചെയ്ത് പോകും. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് അതിൽ നിന്നൊരു ഡൈവേർഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. പിന്നെ കീവേഡ്സ് ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ വിസ്റ്റം വൈസ്, ഓക്കെ, അപ്പോൾ നമുക്ക് കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ കുറച്ചും കൂടി വാല്യൂ അല്ല, ജസ്റ്റ് കുറച്ചും കൂടി ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വിസ്റ്റം എന്താന്നുള്ള രീതിയിൽ നമുക്കൊരു ഡെഫിനിഷൻ എഴുതി കൊടുക്കാൻ പറ്റും. കീവേഡ്സ് വെച്ചിട്ട് വിസ്റ്റം എന്താണെന്നൊരു ഡെഫിനിഷൻ, എന്നിട്ട് വിസ്റ്റത്തെ പറ്റിയൊക്കെ പറഞ്ഞ് പിന്നെ വൈസ് എന്താണെന്നൊരു ഡെഫിനിഷൻ, ആ രീതിയിലൊക്കെ നമുക്ക് ഓരോ വ്യൂ പോയിന്റിൽ നിന്നുള്ള ആ ഒരു ഇതിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടേംസിനും പല അർത്ഥങ്ങളാണല്ലോ. സോ ആ രീതിയിലൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് വേണ്ടത് ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ബോഡിയിൽ വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബോഡിയിൽ ഇത് ഇൻക്ലൂഡ് എക്സാമ്പിൾസ്, ഫാക്ട്സ്, നമ്മുടെ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കേസ് സ്റ്റഡി, അതുപോലത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അതുപോലത്തെ കാര്യങ്ങൾ ഈ എസ്സേയുടെ ബോഡിയിൽ ഉൾക്കൊള്ളിക്കുന്നത് നന്നായിരിക്കും. കാരണം ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇവർക്ക് തോന്നുക ഇയാൾക്ക് അറിയുന്ന ആളാണ്, ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, സോ അത്യാവശ്യം വിവരമുള്ള ഒരാളാണെന്നുള്ളൊരു ഇമേജ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കൊട്ടേഷൻ അതുപോലത്തെ കാര്യങ്ങൾ ഇൻട്രോയിലാണെങ്കിലും യൂസ് ചെയ്യാം, അല്ല ബോഡിയിലാണെങ്കിലും കൊട്ടേഷൻസ് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ജസ്റ്റ് ഒരു ഇവാലുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് നമുക്കത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ അത്യാവശ്യം ലൂസിഡ് ആയിട്ട് ഒരു നല്ലൊരു ക്ലീൻ ലാംഗ്വേജിൽ രണ്ട് പാരഗ്രാഫ് ഒക്കെ വരുന്ന രീതിയിൽ ഒരു നല്ലൊരു സൊല്യൂഷനൊക്കെ ബോഡിയിൽ തന്നെ എഴുതി ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് ഒക്കെ എഴുതുമ്പോൾ ജസ്റ്റ് ക്രിയേറ്റീവായി എഴുതാൻ ശ്രമിക്കുക. ക്രിയേറ്റീവും ക്യാച്ചും ഒക്കെ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലൈൻ വായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ എക്കോണമിയും പിന്നെ നമ്മുടെ ഈ ഇൻഫാന്റ് മോർട്ടാലിറ്റിയും വെച്ചിട്ട് ജസ്റ്റ് ഇവരിങ്ങനെ സിമിലി പോലെ പറഞ്ഞിട്ടുണ്ട് ഒരു ലൈനിൽ. സോ എനിക്ക് ആ കറക്റ്റ് ലൈൻ ഓർമ്മയില്ല. സോ അതേപോലെ ക്രിയേറ്റീവായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫിൽ നിന്ന് വേറൊരു പാരഗ്രാഫിൽ നിന്ന് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലിങ്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ വേർഡ്സ് എന്ന് വെച്ചാൽ ദസ്, ബിക്കോസ്, ഡിസ്പൈറ്റ് ഓഫ്, മേ, കോസ്, ബിക്കോസ് ഓഫ് ദ, പിന്നെ അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഈ പോയത്തിനൊക്കെ ഇത് എഴുതുമല്ലോ, സമ്മർ എഴുതുന്ന പോലെ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ആ രീതിയിലൊക്കെ നമുക്ക് എഴുതി പോകാൻ പറ്റും. ഇനി കുറച്ചും കൂടി വലിയൊരു ഇമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ലിങ്കേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പോവാം. ജസ്റ്റ് ഇങ്ങനത്തെ ലിങ്കേഴ്സ് ഒക്കെ ചുമ്മാ കയ്യിൽ ഓർത്ത് വെച്ച് പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനത്തെ 2-3 വെച്ചാൽ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ലെറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ, അല്ലെങ്കിൽ ലെറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ്റ്ററി, ആ രീതിയിലൊക്കെ എഴുതുകയാണെങ്കിലും അത് ഈ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി അതിനേക്കാളും കുറച്ചും കൂടി ഇംപ്രസീവ് ആണ്. പിന്നെ ജസ്റ്റ് നമ്മളൊരു കാര്യം ഒപ്പോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ടേംസ് ആണ് ഹൗവർ. പിന്നെ ജസ്റ്റ് നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ, മീൻസ് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള രീതിയിൽ ലിങ്കേഴ്സ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ത്രൂ, ആ രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ എസ് എഴുതുമ്പോൾ എല്ലാ ഡയമെൻഷനും ചിന്തിക്കണം. സോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾക്ക് തോന്നും ഇയാളെ എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കുന്ന ഒരാളാണ്, സോ ഇയാളെ കയറ്റി വിട്ടേക്കാം, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അയാൾ തോന്നി അയാൾ ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഫിലോസഫി, എത്തിക്സ്. ഓക്കെ, പിന്നെ ഫിലോസഫി, എത്തിക്സ്. ആക്ച്വലി ഫിലോസഫി, എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര
ഫിലോസഫിക്കലായിട്ടും എത്തിക്കലായിട്ടും ജസ്റ്റ് പോസിറ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ് ആ രീതിയിൽ കണ്ടന്റ് എഴുതി ഫലിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്ത്ത് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് ആക്ച്വലി എത്തിക് ഒന്നും ഇല്ലെങ്കിലും എത്തിക്കുള്ള പോലെ അഭിനയിക്കെങ്കിലും ചെയ്യുക, എത്തിക്സ് ഉള്ള രീതിയിൽ എഴുതിയെങ്കിലും വെക്കുക, അതാണ് പറയുന്നത്. പിന്നെ ഹെഡിങ് ഓക്കെ. പിന്നെ സൈഡ് ഹെഡിങ്സ്, എസ്സേയിൽ സൈഡ് ഹെഡിങ്സ് എഴുതുമ്പോൾ GS പേപ്പർ പോലെ 10-15 ഹെഡിങ്സ് എഴുതാതെ 2-3 ഹെഡിങ്സ് മാത്രം എഴുതുക. അതേപോലെ പിന്നെ ചാർട്ട്സ്, ഡയഗ്രാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇവാലുവേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർട്ട്സ് ഒക്കെ, അല്ലാതെ ഒരു എസ്സേയിൽ ആക്ച്വലി ചാർട്ട്സിൻ്റെ ഡയഗ്രാംസിൻ്റെ ആവശ്യം വേണോ വേണ്ടേ എന്നുള്ളത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഒരു അഭിപ്രായമാണ്. നമുക്ക് വേണമെങ്കിൽ എഴുതാം, നമുക്ക് വേണമെങ്കിൽ എഴുതണ്ട, അത്രേ ഉള്ളൂ. പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 200 വേർഡ്സ് എന്ന് പറഞ്ഞു. ആക്ച്വലി കൺക്ലൂഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരു വിഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉൾക്കാഴ്ചയുള്ള ആളാണ്, നമ്മുടെ ജസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് ആണ്, നമ്മൾ ആക്ച്വലി പോസിറ്റീവ് ആണ്. ആ ഒരു കൺക്ലൂഷൻ മീൻസ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്, ആ ഒരു രീതിയിലുള്ള കൺക്ലൂഷൻ വേണം. ജസ്റ്റ് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അവർക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കൺക്ലൂഷനിൽ നമുക്ക് വേണമെങ്കിൽ സമ്മറി എന്ന് വെച്ചാൽ അത്രയും ഒരു നമ്മൾ ഇതുവരെ എഴുതിയ ബോഡിയുടെയും ഒരു സമ്മറി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അല്ലെങ്കിൽ പോസ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്ത് നമുക്ക് എസ്സേ നിർത്താം, അല്ലെങ്കിൽ വേറൊരു പ്രത്യേക ഡയമെൻഷനിൽ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു ചിന്തയൊക്കെ കൊടുത്തിട്ട് നമുക്ക് നിർത്താം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അനിക്കഡോട്ട് ഉണ്ടല്ലോ, അനിക്കഡോട്ട് തന്നെ ലിങ്ക് ചെയ്ത് കൺക്ലൂഷനിൽ ലിങ്ക് ചെയ്ത് എഴുതിപ്പിക്കാം. അങ്ങനെ ലിങ്ക് ചെയ്ത് എഴുതുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫുൾ കംപ്ലീറ്റ് സർക്കിൾ പോലെ ഇരിക്കും നമ്മുടെ എസ്സേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപൂർണമായ എസ്സേ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സിങ്കായി കിടക്കുകയാണ്. പ്ലാൻ ചെയ്ത് എഴുതിയതാണെന്നൊക്കെ അയാൾക്ക് ഒരു ഇംപ്രഷൻ വരുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ട് ഇപ്പോൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് എൻഡിങ്, ഹാപ്പി എൻഡിങ് ആ രീതിയിൽ കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെയും പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് ലാസ്റ്റ് ഒന്നും കൂടി എടുത്ത് പറയുന്ന രീതിയിൽ വേണമെങ്കിൽ എഴുതാനും പറ്റും. ഓക്കെ. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്ച്വലി നമുക്കിപ്പോൾ എസ്സേക്കൊക്കെ വരുന്ന ടോപ്പിക്സ് നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. പിന്നെ വുമൺ എംപവർമെന്റ് ആ രീതിയിൽ ആ ഒരു ഡയമെൻഷനിലുള്ള ക്വസ്റ്റ്യൻ, ആ ഡയമെൻഷനിൽ പല വേറിട്ട ഡയമെൻഷൻസ് ഉണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് കൺക്ലൂഷനിൽ കൊടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു കട്ടി കൂടിയ വൊക്കാബുലറി ഒക്കെ കൊടുത്ത് ഒന്ന് പൊലിപ്പിക്കാൻ വേണമെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇൻട്രോയും കൺക്ലൂഷൻസും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എത്തിക്സും ഫിലോസഫിയും ചോദിക്കുന്ന എസ്സേസിലും അതുപോലെ തന്നെ നമുക്ക് ഈ വല്ല ശ്രീബുദ്ധൻ പറഞ്ഞത് അങ്ങനെ വല്ല കോഡ്സ് ഒക്കെ കൈപിടിച്ച് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതിന് സ്പെഷ്യലായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഇംപ്രഷൻ അല്ലേ. പിന്നെ നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ അഭിപ്രായം അത് മസ്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കണം. അപ്പൊ കമന്റ് ഇവാലുവേറ്റ് വേണ്ട, കമന്റ് അതുപോലത്തെ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ അനാലിസിസ് ആ രീതിയിലൊക്കെ തരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻസ് ഉൾക്കൊള്ളിക്കണം. നമ്മുടെ ഒരു എക്സ്പ്രഷനാണ് അവർക്ക് ആക്ച്വലി അത്യാവശ്യം. പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഒരു എസ്സേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫാക്ട്, കോട്ട്, ഫ്രേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടരുത് കുറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു കറക്റ്റ് ലെവലിൽ ഒരു ബാലൻസിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അത് വൃത്തികേടാക്കരുത്. ഓക്കെ. പിന്നെ ഓർഡറിങ് അറഗൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ലൊരു ഹെവി ബാസുള്ള ലാംഗ്വേജ് അല്ല, ഒരു നല്ലൊരു ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കമാൻഡിങ് ലാംഗ്വേജിൽ ഒരു സുപ്പീരിയർ ആ ഒരു ഫീൽ, ഡോമിനന്റ് ആ ഒരു ഫീൽ കൊടുക്കുന്ന ലാംഗ്വേജിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എക്സ്ട്രാ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മെയിൻ പോയിന്റ്സ്, കീവേഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ മാക്സിമം ലൂസിഡായിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ നമുക്ക് വൊക്കാബുലറി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സയന്റിഫിക് ആയിട്ട് ഒരുപാട് പുതിയ കണ്ടുപിടുത്തമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ലിങ്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഹെവി വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ ടോപ്പിക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 വരെയുള്ള ടോപ്പിക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആക്ച്വലി എക്കണോമി ആൻഡ് ഡെവലപ്മെന്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ കമ്പയർ ചെയ്തൊന്നുമല്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമ്പൈലേഷനാണ്. എക്കണോമിയും ഡെവലപ്മെന്റിനെ പറ്റി 18 ടോപ്പിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷനെ പറ്റി 14 ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ, മൈൻഡ് സെറ്റ് ഇതിനെ പറ്റി 23 ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് 13 ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫിലോസഫിക്കലായിട്ട് 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേഷനുമായിട്ട് 27 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഫിലോസഫിക്കൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇന്ത്യ, കൾച്ചർ,
സൊസൈറ്റി ആ രീതിയിലും പിന്നെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആ ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റി അഡ്മിനിസ്ട്രേഷനെ പറ്റി 27 ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഈ പൊളിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ അതൊന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയിട്ട് എന്തോ വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. 10 ഈ 2015 വരെ കേട്ടോ. 2015 എന്ന് പറഞ്ഞാൽ 5 വർഷം മുന്നെയാണ്. അതുവരെ 10 ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളൂ. വുമൺ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് മോശമല്ലാതെ 11 എണ്ണം ചോദിച്ചിട്ടുണ്ട്. സയൻസിനേക്കാളും കൂടുതൽ വുമൺ എൻവയോൺമെന്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രേ എസ് പേപ്പറിനെ പറ്റി പറയാനുള്ളൂ. സോ ആക്ച്വലി ഇനി ക്വാളിഫയിങ് പേപ്പർ അല്ല, എസ് പറ്റി ജസ്റ്റ് ഈ ഒരു ഇയറിലെ ടോപ്പിക്സ് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ടോപ്പിക്സിന്റെ ജസ്റ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ 8 ചോയ്സസ് ആണെന്ന് പറഞ്ഞല്ലോ. വന്ന സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വിസ്ഡം ഫൈൻസ് ട്രൂത്ത്. വിസ്ഡം ഫൈൻസ് ട്രൂത്ത് അതൊരു ടോപ്പിക്കാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വാല്യൂസ് ആർ വാട്ട് ഹ്യൂമാനിറ്റി ഈസ് ബട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി. അത് ജസ്റ്റ് 2-3 വട്ടമൊക്കെ വായിക്കണം, എന്നാലേ കാര്യം എന്താണെന്ന് എനിക്കൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ബെസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് നെസറി ഫോർ ദ ബെസ്റ്റ് ഓഫ് എ സൊസൈറ്റി. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കോംപ്ലക്സ് ആക്കിയിട്ട് 2 രീതിയിൽ ആലോചിച്ചാലും ശരി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കറേജ് ടു ആക്സെപ്റ്റ് ആൻഡ് ഡിസിഷൻ ടു ഇംപ്രൂവ് ആർ 2 കീസ് ടു സക്സസ്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് കുറച്ച് മോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻ ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുകയാണോ എംപ്ലോയ്മെന്റ് കുറയ്ക്കുകയാണോ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കൊരു കുരിശാവുമോ, ആ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആർ റീസൺസ് ഫോർ ദ ബാക്ക്വേർഡ്നെസ്. ഓക്കെ, ഇന്ത്യ ബാക്ക്വേർഡ് ആവാൻ കാരണം ജസ്റ്റ് ഈ നെഗ്ലിഗൻസ് എഡ്യൂക്കേഷൻ ഫീൽഡിനോടും ഹെൽത്ത് ഫീൽഡിനോടുള്ള നെഗ്ലിഗൻസ് ആണോ, ആ രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ചില ഈ 8 പോയിന്റ്സിൽ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-2 എണ്ണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എസ് എ പറ്റി ഇത്രേ പറയാനുള്ളൂ. ഇനി 2 പേപ്പറിനെ പറ്റിയാണ് പറയാനുള്ളത്, പേപ്പർ എയും പേപ്പർ ബി എ പറ്റിയും. സോ അതും കൂടി പറഞ്ഞതിന് ശേഷം ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതാവില്ലേ നല്ലത്? അത് മതി അത് നല്ലത്. ഓക്കെ, പേപ്പർ എയും പേപ്പർ ബിയും ഉണ്ട്. ആക്ച്വലി പേപ്പർ എ പേപ്പർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫയിങ് പേപ്പറാണ്. ക്വാളിഫയിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു സിമ്പിൾ പേപ്പറാണ്. മെട്രിക്കുലേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കുക. 2 ലാംഗ്വേജ് ഉണ്ട്. 2 ലാംഗ്വേജിൽ ഇംഗ്ലീഷ് കമ്പൽസറി ആണ്, കാരണം നമ്മുടെ ഫോർമൽ ലാംഗ്വേജ് ആണല്ലോ, അതുകൊണ്ട് ഇംഗ്ലീഷ് കമ്പൽസറി ആണ്. പിന്നെ ഒരു റീജിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ UPC പറഞ്ഞ ലാംഗ്വേജസിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. അവരിതിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എഴുതാനും വായിക്കാനും അറിയോ, കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, അതാണ് അവർ നോക്കുന്നത്. എന്ന് വെച്ചാൽ അബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സീരിയസ് ഡിസ്കസീവ് പ്രോസ് ആൻഡ് ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ് ക്ലാരിറ്റി ആൻഡ് ഹലോ ഓക്കെ ജസ്റ്റ് മലയാളത്തില് എഴുതാൻ പറ്റുമല്ലോ. റീജിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 10-22 ലാംഗ്വേജ് ഉണ്ടല്ലോ. നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാം. നമ്മൾ ഒബ്വിയസ്ലി മലയാളമാണ് സെലക്ട് ചെയ്യുക. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സീരിയസ് ഡിസ്കസീവ് പ്രോസ് ആൻഡ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ് ക്ലിയർലി ആൻഡ് കറക്റ്റ്ലി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം, അപ്പോൾ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഈസിയാണോ ടഫ് ആണെന്നോ അപ്പോൾ മനസ്സിലാവും. മെട്രിക്കുലേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മെട്രിക്കുലേഷൻ ലെവലിൻ്റെ താഴെയാണ് ചോദിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് സിലബസ് നോക്കാം. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും വായിക്കാനും അറിയോ, ജസ്റ്റ് വളച്ചൊടിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, ഇതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മീനിങ് വെളിച്ചം ഭയങ്കര പാടാണ്, ഇരുട്ടാണ് സിമ്പിൾ, ആ രീതിയിലുള്ള ഒരു അർത്ഥം മനസ്സിലാക്കാതെ ഇന്നർ മീനിങ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. ജസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അവർ ലിറ്റററി. പിന്നെ ആക്ച്വലി 300 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. 300 മാർക്കിൽ നമ്മൾ 75+ വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ചാൽ 25% കൂടുതൽ വാങ്ങിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ 300-ൽ 75 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% വാങ്ങിച്ചാൽ മതി, 25+% വാങ്ങിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. സോ അവർ സിലബസിൽ പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. ഇംഗ്ലീഷ് ആണെങ്കിലും അതുപോലെ മലയാളം റീജിയൻ ലാംഗ്വേജ് ആണെങ്കിലും അവർ കോംപ്രിഹെൻഷൻ ചോദിക്കുന്നുണ്ട്. ഒരു കോംപ്രിഹെൻഷൻ മസ്റ്റ് ആണ്. പിന്നെ ഒരു പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കി എഴുതുക. ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ടാവും, ഒരു പേജ് ലെങ്ത്തുള്ള ഒരു പാരഗ്രാഫ് ആവും, അത് ചുരുക്കി 1/3 ആക്കി എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ഒരു കണ്ടൻസ് കോപ്പി അടിച്ച് എഴുതാനല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
സെന്റൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് അഡ്ജക്റ്റീവ് അഡ്വർബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വിശേഷണങ്ങളൊക്കെ കട്ട് ചെയ്ത് എഴുതാനല്ല, നമ്മുടേതായ രീതിയിൽ അതൊന്ന് ചുരുക്കി എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മാറാത്ത രീതിയിൽ എഴുതുക. അതുപോലെ യൂസേജ് ആൻഡ് വൊക്കാബുലറി, നമുക്ക് ഒരു വേർഡ് യൂസ് ചെയ്യാൻ അറിയോ, അതിൻ്റെ കറക്റ്റ് ഉപയോഗം അറിയോ, അതേപോലെ വൊക്കാബുലറി. പിന്നെയെന്ന് പറഞ്ഞാൽ ഷോർട്ട് എസ്സേസ്, ഒരു ചെറിയ എസ്സേ എഴുതാൻ വേണ്ടി ചോദിക്കും, 600 വേർഡ്സിൻ്റെ ഒരു എസ്സേ. പിന്നെ ട്രാൻസ്ലേഷൻ ആൻഡ് വൈസ് വെർസ എന്ന് വെച്ചാൽ ഓക്കെ, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീജിയൻ ലാംഗ്വേജിൽ വരികയെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിലേക്ക്, അതായത് മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതാൻ വേണ്ടി, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഒരു എസ്സേ എഴുതാൻ പറയുന്നുണ്ട്. എസ്സേ എന്ന് പറഞ്ഞാൽ 600 വേർഡ്സിൻ്റെ എസ്സേ ആണ്. അപ്പോൾ ഈ എസ്സേയുടെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് 1000 വേർഡ്സിൻ്റെ എസ്സേ എഴുതുന്നവർക്ക് 600 വേർഡ്സിൻ്റെ എസ്സേ സിമ്പിൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആക്ച്വലി ഇത്രേ സിലബസിൽ പറയുന്നുള്ളൂ. ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്, 25% വാങ്ങിച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ പറയുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ടൊന്നുമില്ല, ബട്ട് നമ്മൾ വിചാരിക്കില്ല, ജസ്റ്റ് ഈ സിലബസ് വായിച്ചു പോയി കഴിഞ്ഞ് സിമ്പിളായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആവില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സാധനം കാണാം. സോ ഇപ്പോൾ ലാസ്റ്റ് 3 ഇയർ ആയിട്ട് വരുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു 600 വേർഡ്സിൻ്റെ എസ്സേ, അത് 100 മാർക്കിലാണ് ആ എസ്സേ വരുന്നത്. നമ്മൾ 300-ൽ 100 മാർക്കും ഈ എസ്സേയിലേക്ക് പോകും. ആക്ച്വലി ഈ 100 മാർക്കിന് നമ്മൾ എസ്സേ എഴുതി തീർത്ത് കഴിഞ്ഞാൽ, നല്ല അടിപൊളിയായിട്ട് എസ്സേ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്സായെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75+ മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. പിന്നെ കൺസൈസ് റൈറ്റിങ്ങിന് സാധാരണ 75 മാർക്കാണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിലുള്ളത് നമ്മൾ 735 വേർഡ്സ് ആക്കി ചുരുക്കി എഴുതണം. 735 വേർഡ്സ് ആയിട്ട് ചുരുക്കി എഴുതണം. അതിന് 75 മാർക്കാണ് തരുന്നത്. പിന്നെ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാസേജ് വായിച്ചിട്ട് അതൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ടാവും. 75 മാർക്കിനാണ് കോംപ്രിഹെൻഷൻ. എന്ന് വെച്ചാൽ 15 മാർക്കിൻ്റെ 5 ചോദ്യം ഉണ്ടാവും, അത് ആൻസർ ചെയ്ത് കൊടുക്കണം. പിന്നെ സെൻറ്റൻസ് കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റൻസ് തരും, ഓരോ സെൻറ്റൻസിനും ഓരോ മാർക്ക് വെച്ചിട്ട് ആ സെൻറ്റൻസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിൽ തെറ്റായ ഒരു വേർഡ് ഉണ്ടാവും, ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നൊക്കെ പറയാം. ജസ്റ്റ് ഈ 2 വേർഡ്സ് ഒരേ മീനിങ്ങുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കയറ്റി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടാവും, അതൊന്ന് നേരെയാക്കണം. പിന്നെ ഫില്ലപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്, അതിൽ 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്ന് ബ്രാക്കറ്റിൽ നിന്നെടുത്ത് ഫില്ല് ചെയ്യാൻ വരുന്നൊരു സെക്ഷനും വരും, അല്ലാതെ ഈ ചുമ്മാ ആർട്ടിക്കിൾസ്, കൺജക്ഷൻസ്, AEIO ഇല്ല, ARI, പിന്നെ അതേപോലെ വെർബിൻ്റെ പല ഫോം, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആക്ച്വലി മെട്രിക്കുലേഷൻ ലെവലിൽ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കറക്റ്റ് വെർബിൻ്റെ കറക്റ്റ് ഫോം ഏതാണെന്ന് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. പിന്നെ സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്ങുള്ള പര്യായ പദങ്ങളാണ്. ഓക്കെ, ആൻറ്റോണിംസും സിനോണിംസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന വേർഡ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ വേർഡ്സ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല കട്ടി കൂടിയ വേർഡ്സ് ആണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അത്യാവശ്യം കട്ടി കൂടിയ വേർഡ്സ് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇതെന്താ ഓക്കെ, ചേഞ്ചസ് ഡയറക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, അത് അവർ പറയുന്ന പോലെ അതിനെ മാറ്റി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി എഴുതി കൊടുക്കണം, റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതി കൊടുക്കണം, പാസീവ് വോയിസ് ആക്കാൻ പറഞ്ഞാൽ പാസീവ് വോയിസ് ആക്കി കൊടുക്കണം, ആക്റ്റീവ് വോയിസ് ആക്കാൻ പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആക്കി കൊടുക്കണം. ഇതൊക്കെ അർത്ഥം മാറ്റാതെ വേണം ചെയ്തു കൊടുക്കാൻ. അതേപോലെ ഒരു വേർഡ് മാറ്റി വേറൊരു വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 സെന്റൻസ് തന്നാൽ അതിൻ്റെ ഇടയിൽ നൈദർ നോർ ഐദർ ഓർ ഈ സംഭവങ്ങളൊക്കെ ചേർക്കാൻ പറഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കണം, കൺജക്ഷൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ സ്പെസിഫിക് ടേംസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇഡിയംസ് ആവും തരുന്നുണ്ടാവുക. ഇപ്പോൾ ഗെറ്റ് അപ്പോൺ ആ രീതിയിൽ ആസ് വെൽ ആസ് എന്നൊക്കെ പറയുന്ന ഇഡിയംസ് ആണ്. സോ അതേപോലെ ഒരു ഇഡിയംസ് ചേർക്കാൻ അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡിയംസിൻ്റെ മീനിങ് നമ്മൾ ആൾമോസ്റ്റ് ഇഡിയംസിൻ്റെ മീനിങ് അറിയണം. അതുപോലെ ഈ വേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് വേർഡ്സ് വരണം. ആക്ച്വലി ഞാൻ ഇന്ന് ഒരു ഗ്രൂപ്പിൽ PDF ഇട്ടിരുന്ന അതിൽ സെക്കൻഡ് ഒരു സിലബസിൻ്റെയാണ്. അതിൻ്റെ തൊട്ട് മുന്നേ ഒരു PDF ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും പിന്നെ കുറച്ച് സിനോണിംസ്, കുറച്ച് ആൻറ്റോണിംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു സംഭവം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആസ് ഡയറക്റ്റഡ് എന്നാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു വേർഡ് റിമൂവ് ചെയ്ത് അർത്ഥം മാറാതെ പറയുന്ന ഒരു വേർഡ് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു സെന്റൻസ് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ആക്കി കൊടുക്കണം. കോംപ്ലക്സ് ആക്കാൻ പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആക്കി കൊടുക്കണം. ആ രീതിയിൽ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇഡിയംസും ഫ്രേസസും ചോദിക്കുന്നുണ്ട്. ഇഡിയംസും ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴഞ്ചൊല്ലുകൾ, അങ്ങനത്തെ സംഭവങ്ങളാണ്, പഴഞ്ചൊല്ലുകളാണ്. ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വെൽ ആസ്, ഗെറ്റ് അപ്പോൺ, ആ രീതിയിൽ 2-3 വേർഡ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫ്രേസ്, ആ ഫ്രേസിന് വേറൊരു അർത്ഥം നമ്മൾ ജസ്റ്റ് ആ വാക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ചൊല്ലുകളല്ല, അർത്ഥം വെച്ച് പറയുന്ന രീതിയിലുള്ള വാക്കുകളാവും. ജസ്റ്റ് ഗെറ്റ് അപ്പോൺ ആ രീതിയിൽ 3 അർത്ഥം, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അർത്ഥമാവില്ല അതിന്.
അതിൻ്റെ അർത്ഥം വേറെ മനസ്സിലാക്കാൻ വേണം. അതിന് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് വല്ല നോവലൊക്കെ വായിക്കേണ്ട അവസ്ഥയാവും. അല്ലെങ്കിൽ ഈ സംഭവം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പോകണം. കോമൺലി യൂസ് ചെയ്യുന്ന ഇഡിയംസ് അങ്ങനത്തെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം. 5 മാർക്കേ ഉള്ളൂ. പക്ഷേ പിന്നെ ജസ്റ്റ് വേർഡ്സ് തരും. ഈ വേർഡ്സ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന വേർഡ്സ് ആണെങ്കിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക. അറിയാത്ത വേർഡ്സ് വെച്ച് വെറുതെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് ടൈം വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. സോ ചോദിക്കുന്ന വേർഡ്സ് ഇക്കൊല്ലല്ല 19 ചോദിച്ച വേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിഷ് ഡൗൺ, കണ്ടേജിയസ്. ഡിഷ് ഡൗൺ എന്താണെന്ന് അറിയില്ല. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ പോയിസൺസ്, ആ രീതിയിൽ എന്താണ് അർത്ഥം വരുന്നത്. ഇൻസുലാർ എന്താണെന്ന് അറിയില്ല. ഡൈഡാക്റ്റിക്, പിന്നെ സ്റ്റാഗർ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള വാക്കുകളാണ് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ മലയാളത്തിൽ വരികയാണെങ്കിൽ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതേ ഒരു ഡെക്കറം, ജസ്റ്റ് അതേ ഒരു ഫോമിൽ തന്നെയാണ് മലയാളത്തിൻ്റെ പേപ്പറും വരിക. മലയാളത്തിൻ്റെ പേപ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു എസ് എഴുതാണ്ടാവും. 600 വേർഡ്സ് 100 മാർക്ക്. പിന്നെ കോംപ്രിഹെൻഷൻ 60 മാർക്കാണെന്ന് വെച്ചാൽ 12 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ. പിന്നെ പ്രിസൈസ് റൈറ്റിംഗ് 60 മാർക്കിനുണ്ടാവും. പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി എഴുതുക, 1/3 ആക്കി എഴുതുക. ആക്ച്വലി നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിവുണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആക്ച്വലി പ്രിസൈസ് റൈറ്റിംഗ് പ്ലസ് ഏതെങ്കിലും ഒരു സാധനം പാസ്സായി കഴിഞ്ഞാൽ 75 മുകളിൽ മാർക്ക് വരും. ഓക്കെ. പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2 ട്രാൻസ്ലേഷൻ ഉണ്ടാവും. ഒരു ഇംഗ്ലീഷ് തന്നിട്ട് ജസ്റ്റ് മലയാളത്തിലേക്കാനോ മലയാളം തന്ന ഇംഗ്ലീഷിലേക്ക് ഇനി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടോ ഒന്നത് മറ്റേതോ അല്ലെങ്കിൽ രണ്ടും വേറെ രീതിയിൽ ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തരും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് സെൻറ്റൻസ് മേക്കിംഗ്. ഓക്കെ, വേർഡിൽ നിന്ന് സെൻറ്റൻസ് ഉണ്ടാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ജസ്റ്റ് ഒരു വേർഡ് തന്നിട്ടുണ്ടാവും, ഒരു അടിപൊളി വേർഡ് തന്നിട്ട് അതിന് മീനിങ് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊരു സെൻറ്റൻസ് അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഈ വേർഡ് തന്ന വേർഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. 2019 ചോദിച്ച വേർഡ്സ് എന്ന് പറഞ്ഞാൽ മർക്കട മുഷ്ടി, കയ്യാലപ്പുറത്തെ തേങ്ങ, പുത്തനച്ചി പുരപ്പുറം തൂക്കും, വെളുക്കാൻ തേച്ചത് പാണ്ടായി, തലയിരിക്കുമ്പോൾ വാലാടുമോ, ഇതൊക്കെയാണ് അവർ തരുന്ന വേർഡ്സ്. ഈ വേർഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം കറക്റ്റാക്കി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സെൻറ്റൻസ് എഴുതി കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ സന്ധി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജസ്റ്റ് വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഒരു മലയാളം വേർഡ് തന്നിട്ട് അത് ഇപ്പോൾ തീപ്പൊരി എന്നാണെങ്കിൽ തീ പ്ലസ് പൊരി, ആ രീതിയിൽ നമ്മൾ എഴുതി കൊടുക്കണം. സോ അത് സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിക്കും. സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിച്ചാൽ സിമ്പിളാണ്, അത്ര സിമ്പിളൊന്നും അല്ല. അതുപോലെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് തരും, അത് വേർഡ് ആക്കാനും അവർ പറയും. ആക്ച്വലി അതിന് 10 മാർക്ക് വരുന്നുണ്ട്. ജസ്റ്റ് UPSC ആണ്. ഇനിയിപ്പോൾ 3 കൊല്ലം അടുപ്പിച്ച് സന്ധി ചോദിച്ചു. അതിൽ 1 കൊല്ലം പിരിച്ചെഴുതാനും 1 കൊല്ലം പിരിച്ചെഴുതിയത് സ്ട്രൈറ്റ് ആക്കാനും ഞാൻ 3 കൊല്ലത്തെ നോക്കിയിട്ടുള്ളൂ. പിരിച്ചെഴുതിയത് സ്ട്രൈറ്റ് ആക്കാൻ 2 കൊല്ലം ചോദിച്ചു. പിന്നെ സ്ട്രൈറ്റ് എഴുതി പിരിച്ചെഴുതാൻ 1 കൊല്ലം ചോദിച്ചു. അങ്ങനെയാണ്. സോ അടുത്ത കൊല്ലം വേണമെങ്കിൽ സന്ധി മാറ്റി വിഗ്രഹാർത്ഥോ സമാസോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ തോന്നിയാൽ അവർക്ക് ചോദിക്കും, അത്രേ ഉള്ളൂ. പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിൻ മസ്കുലിൻ ജെൻഡർ മാറ്റി എഴുതാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് രാജ്ഞി ആ ലെവലൊന്നും അല്ല. ഇവർ മെട്രിക്കുലേഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ശാസ്ത്രിയുടെ സ്ത്രീലിംഗം, ജേതാവിൻ്റെ സ്ത്രീലിംഗം, കാമരൂപൻ്റെ സ്ത്രീലിംഗം, തസ്കരൻ്റെ സ്ത്രീലിംഗം, വിദ്വാൻ്റെ സ്ത്രീലിംഗം, ആ ലെവലിൽ സ്ത്രീലിംഗങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിൻ്റെ 5 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ മൊത്തം 10 മാർക്ക്. അങ്ങനെ മലയാളം 300 മാർക്ക്, ഇംഗ്ലീഷ് 300 മാർക്ക്. ഈ പേപ്പറിൽ 75 മാർക്ക് വാങ്ങിച്ചാൽ മതി. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയുള്ള പേപ്പറാണ്. ഇത്ര തന്നെ ഉള്ളൂ. പ്രിപ്പയർ ചെയ്ത് പോകണം തോന്നുന്നുണ്ട് 2 പേപ്പറിനും വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്നോട് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? കഴിഞ്ഞു കേട്ടോ. ഹലോ, ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. അല്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അതെ, കഴിഞ്ഞു കേട്ടോ. എൻ്റെ പേര് അജയ് എന്നാണ്. ആക്ച്വലി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവസം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ PSC തുടങ്ങിയതാണ്. ഇപ്പോൾ UPSC വരെ എത്തി. അത്രയേ ഉള്ളൂ എന്നെപ്പറ്റി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്, കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാത്ത എന്തെങ്കിലും? ആക്ച്വലി SAക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് വായിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. SAക്ക് വേണ്ടി 2 ഹിന്ദിക്കാരുടെ പേരുള്ള ബുക്ക് കണ്ടു. പക്ഷെ ആ ബുക്ക് വായിക്കരുതെന്ന് ഞാൻ പല സ്ഥലത്തും കണ്ടു. വേണമെങ്കിൽ ജസ്റ്റ് ഇൻസൈറ്റൊക്കെ വീക്കിലി ഓരോ ചലഞ്ച് കൊടുക്കുന്നുണ്ട്. ചലഞ്ച് മാതിരി അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണാം. ഓരോ ആഴ്ചയും ഓരോ essay എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവാം. എല്ലാ ഞായറാഴ്ച ഇരുന്നിട്ടോ അവർ essay
ഇടും. ഓരോ ആഴ്ചയ്ക്ക് ഓരോ എസ് ഉണ്ട്. ആ എസ് നമുക്ക് വേണമെങ്കിൽ എഴുതി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലാവസാനം ആകുമ്പോൾ 52 എസ് നമ്മൾ തന്നെ എഴുതും. സോ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഇതായിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കമ്പൈലേഷൻസ് വരും. ഇതുവരെ എഴുതിയ എല്ലാ എസ്സിൻ്റെ, ഇതുവരെ വന്ന എല്ലാ എസ്സിൻ്റെ ഒരു കമ്പൈലേഷൻ പോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇടുന്നുണ്ട്. സോ നമുക്ക് അത് വായിക്കുന്നതാവും ബാക്കി എല്ലാത്തിനേക്കാളും ബെറ്റർ. പിന്നെ ഡെയിലി ഹിന്ദു ഒക്കെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ വൊക്കാബുലറിയും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് വൊക്കാബുലറി ഒക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതുമാണ്. ബുക്സ് ആക്ച്വലി എനിക്ക് ബുക്സ് എസ് ഐക്ക് വേണ്ടിയൊക്കെ ഒരു ബുക്ക് ബ്ലൈൻഡായിട്ട് പോകാമെന്ന് ഉള്ള ഒപ്പീനിയൻസിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇനി ജസ്റ്റ് ഇവിടെ അറിയുന്നവരുണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞതാ. അറിയുന്നവർ പറയട്ടെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കാൻ? ഞാൻ പറഞ്ഞു തരേണ്ടത്. പിന്നെ ഈ റീജിയണൽ ഇംഗ്ലീഷിലെ അവസാന ആന്റിയോണിംസും സിനോണിംസും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഈ വേർഡ് മീനിങ് അതൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിക്കും? ആക്ച്വലി ആന്റോണിംസ് സിനോണിംസ് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ ലെവലിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷിനായിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ അതിലൊരു 5 ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിനാണ് ആന്റോണിംസ് സിനോണിംസ് ചോദിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്ത് വെച്ച് 300-ൽ 5 മാർക്ക് പോയാലും 295 മാർക്ക് കിട്ടാനുണ്ട്. എഴുതി കിട്ടിയാൽ നല്ലത്, അത്രയേ ഉള്ളൂ. 5 മാർക്കിനാണ് ആന്റോണിംസ് സിനോണിംസ് ചോദിക്കുന്നത്. ഒരു കോമൺ ആയിട്ട് ജസ്റ്റ് എനിക്കിപ്പോൾ അതിൽ 2 വാക്കൊക്കെ അറിയുള്ളൂ. 5 എണ്ണത്തിൽ 2 മാർക്ക്, 5-ൽ 2 മാർക്ക് ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ ആന്റോണിംസിനും സിനോണിംസിനും വേണ്ടി പഠിക്കണം എന്ന് പറയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. 5 മാർക്കിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വേറെ എന്തിനെങ്കിലും സ്പെൻഡ് ചെയ്തൂടെ GS-ൽ. ഓക്കെ, ഇനി വേറെ വല്ലവർക്കും വേറെ എന്തേലും? ഹലോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഈ ഇൻട്രൊഡക്ഷൻ 200 വേർഡ്സ് ഒക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ? ജസ്റ്റ് ആര് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് അങ്ങനെയൊന്നും. ഞാൻ പറഞ്ഞോട്ടെ? ആര് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് അങ്ങനെ. പറഞ്ഞോളൂ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരാച്ചാ പറഞ്ഞു. ഹലോ, പറയൂട്ടോ. പോയോ? നിങ്ങളുടെ ഡൗട്ട് എന്താ? ഓക്കെ, ഞാൻ എന്റെ സംശയം ചോദിക്കാം. അതായത് ഇതാണ്, നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ 200 വേർഡ്സ് എഴുതുന്നത്. നമ്മളിപ്പോ UPSC പേപ്പർ അനുസരിച്ചാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 2.5 പേജ് എഴുതേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂസ് എത്ര ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അത് എങ്ങനെയാണ്? ആക്ച്വലി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി വേർഡ്സ് എണ്ണി നോക്കി. ഞാനൊരു ന്യൂസ് പ്രിന്റിൽ എഴുതിയിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് 1/2 പേജ് ആയപ്പോൾ അത് 94 വേർഡ്സ് ഉണ്ട്. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 1 പേജേ ആവുള്ളൂ എൻ്റെ ഒരു രീതിയിൽ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ജസ്റ്റ് അനിക്കടോട്ട് കൊള്ളിക്കാൻ പറ്റും. കോഡ്സ് പറഞ്ഞ് ഈ കോഡ്സ് എഴുതി നീട്ടിപ്പരത്തി അതൊക്കെ ഓരോരുത്തരുടെ സ്വയമായിട്ടുള്ള ഓരോ ഐഡിയാസ് ആണ്. ജസ്റ്റ് ഈ 200 വേർഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു ഐഡിയൽ കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇലാബറേറ്റ് ചെയ്ത് ബോഡി ഇലാബറേറ്റ് ചെയ്യുന്നതാവും എന്തായാലും നല്ലത്. ബോഡി ആവും ശ്രദ്ധിക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൺസൈസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് അവരെ ബോധിപ്പിക്കാവുന്ന രീതിയിൽ സിമ്പിളാക്കി എഴുതി കൊടുക്കുന്നതാവും നല്ലത്. 200 വേർഡ്സ് എന്ന് പറഞ്ഞത് ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞ ഒരു ലിമിറ്റാണ്. അത് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്താ എഴുതേണ്ടതെന്ന്. ഹലോ, ഇനി വേറെ വല്ലവർക്കും എന്തെങ്കിലും ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്താട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് അടുത്ത ആള്. പറയൂ. ഒരു ഇന്നർ മീനിങ്സിന്റെ ഭാഗം പറഞ്ഞിരുന്നല്ലോ, ഒരു വെളിച്ചം ദുഃഖം. ആക്ച്വലി അത് ഞാൻ എൻ്റെതായ ഒരു മണ്ടത്തരത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളം അറിയാന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ ദുഃഖപ്രദം എന്ന് പറഞ്ഞാൽ ആ വേർഡിന് ഇരുട്ടാണ് സുഖം എന്നല്ലല്ലോ അർത്ഥം. ആക്ച്വലി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോളജും ലിറ്ററസി ആ ഒരു കോണ്ടക്സ്റ്റിലാണല്ലോ, അറിവിനെ പറ്റിയാണല്ലോ ആ ലൈൻസ് പറയുന്നത്. സോ നമുക്ക് മലയാളത്തിൽ അത് മനസ്സിലാക്കാനുള്ള മിനിമം കഴിവ് വേണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കയ്യാല പുറത്തെ തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മർക്കട മുഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിനെപ്പറ്റി എഴുതണമെങ്കിൽ സംഭവം എന്താണെന്ന് അറിയാൻ കുറച്ച് ലിറ്ററേച്ചറൊക്കെ അറിയണ്ടേ. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ, കുരങ്ങിൻ്റെ കൈ, അങ്ങനെ എന്തോ സംഭവമാണ്. ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കറക്റ്റ് മീനിങ്. ഇനി ആ വേർഡിന് വേറൊരു ടേം, വേറൊരു രീതിയിലുള്ള അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മർക്കട മുഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നുണ്ട്. പുത്തനച്ചി പുരപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന ഒരു കല്യാണം കഴിച്ച് വന്ന ഒരു പെൺകുട്ടി വീടിൻ്റെ മുകളിൽ കയറി അവിടെ വൃത്തിയാക്കും. ആ ഒരു അതാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്. പക്ഷേ ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് അതല്ല. മനസ്സിലായില്ലേ? അതും മനസ്സിലാക്കാൻ ഒരു ഐഡിയ വേണം. അതിൻ്റെ ഒരു ഇന്നർ മീനിങ് മനസ്സിലാക്കണം നമുക്ക് മലയാളം എഴുതണമെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് എഴുതണമെങ്കിലും. ഇപ്പോൾ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞാൽ ഇതേ സെയിം പോലത്തെയാണ് അപ്പോൺ ടു
ഗെറ്റ് ഇൻ ടു ആ രീതിയിലൊക്കെ ഓരോ വേർഡ്സ് തരും. ഗെറ്റ് അപ്പോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അർത്ഥമില്ല. അതാണ് ഇഡിയംസ്. അതേപോലെ മലയാളത്തിലുള്ള ഇഡിയംസ് മനസ്സിലാക്കാൻ അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ ഇഡിയംസ് മനസ്സിലാക്കാൻ കുറച്ച് പരിചയം വേണം. ആക്ച്വലി ഇത് 10 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. 5ഉം 10 മാർക്കിന് വേണ്ടി ചോദിക്കുന്ന സാധനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വയം ഒപ്പീനിയൻ ആണ്. അറിയുന്നവർ പറയട്ടെ. ഹലോ, ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഇതിപ്പോൾ 1 മണിക്കൂർ ഞാൻ തന്നെ സംസാരിക്കുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ അജയ്. ആ ഞാൻ പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ, ഞാൻ നിർത്തി. ഇല്ല, അജയ് നന്നായി ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഞാനും പറയാൻ എഴുതി വെച്ചത്. വളരെ എക്സാക്ട് പോയിന്റുകൾ തന്നെയാണ് അജയ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് ആഡ് ചെയ്യാനുള്ളൂ. എസ് എ പേപ്പറിൽ ഒരു ലിബറൽ പേപ്പർ അല്ല, ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ നമ്മൾ എഴുതണം. അതായത് അതും ശരിയാണ് എന്നാൽ ഇതും ശരിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു 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 മെത്തഡോളജിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് മാത്രമാണ് എനിക്ക് അജയ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം അജയ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ഇങ്ങനെ എസ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വായിക്കണം. അത്യാവശ്യം കിട്ടാവുന്ന എന്താ പറയാ, ന്യൂസ് പേപ്പർ മാത്രമല്ലാതെ ബിയോണ്ട് ന്യൂസ് പേപ്പർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്ന് വായിച്ചിരുന്നാൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ കൂടുതൽ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ടിപ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ അജയ് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു. അതായത് നമുക്ക് ഇൻട്രൊഡക്ഷൻ, അതായത് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിടണം. ആ ഫോർമാറ്റ് ആണ് നമ്മൾ, അത് സൈഡിൽ നമ്മൾ അതിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി ഇട്ടാൽ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് 1 മാർക്ക് തരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ നല്ലതാണ്. സ്റ്റോറി, ഫാക്ട് എല്ലാ ഡയമെൻഷനും വെച്ച് എഴുതണം. പിന്നെ ചാർട്ടും ഡയഗ്രമൊക്കെ പൊതുവെ ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം അതൊക്കെ വരച്ചു വരുമ്പോഴേക്കും നമ്മുടെ സമയം പോകും. സമയം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. പരമാവധി അത് ഒഴിവാക്കാണ്. ഇനി അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാം കറക്റ്റ് ആണ്. ഒപ്റ്റിമിസ്റ്റിക് ആണ്. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് വ്യൂ വേണം. പിന്നെ നമ്മുടേതായ ഒരു ഐഡിയ എപ്പോഴും പ്രതിഫലിക്കണം. പിന്നെ ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ളൊരു രീതിയിൽ വേണം അത് കാണിക്കാം. പിന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങളൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ നമുക്കൊരു വ്യൂ ഉണ്ടാക്കിയെടുക്കുക. ന്യൂസ് പേപ്പർ വായിക്കുക, ആനുകാലികമായ ന്യൂസ് പേപ്പർ വായിക്കുക. പിന്നെ എന്തായാലും സബ്ജക്റ്റുകളൊന്നും അത്രയും വലിയ ടഫ് സബ്ജക്റ്റുകളൊന്നുമല്ല, ഒരു സ്കൂൾ കുട്ടിക്ക് എഴുതാവുന്ന സബ്ജക്റ്റുകൾ തന്നെയുള്ളൂ. പിന്നെ വേർഡ് ലിമിറ്റ് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ അജയ് വളരെ നന്നായിട്ടുണ്ട്. അജയ് നല്ല പ്രസന്റേഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഗ്രൂപ്പിൽ പുതിയത് 2 പേര് വന്നു എന്ന് പറഞ്ഞു. അവരും കൂടി അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവര് നന്നായിരിക്കും. പുതിയത് പേര് ഹസീബ പറഞ്ഞിരുന്നു, 2 പേര് പുതിയത് വന്നു എന്ന് പറഞ്ഞു. അവര് ഇതിലുണ്ടെങ്കിൽ അവരൊന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു അജയ്. താങ്ക് യു വെരി മച്ച്. തന്നെ ഹലോ, ഹസീബ പറഞ്ഞോ. അജയ് മ്യൂട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അജയ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയതാ. ഓക്കെ, അങ്ങനെയാണ് അജയ് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഞാൻ എന്താ പറയേണ്ടത്? കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, അങ്ങനെയല്ല അജയ്. ആരെങ്കിലും ചോദിക്കുമ്പോഴേ ഇപ്പൊ അജയുടെ മൈക്കല്ലേ ഇപ്പൊ ഓൺ ആക്കിയിരിക്കുന്നത്. അജയ് ആരെങ്കിലും ഹലോ ചോദിക്കുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞങ്ങളുടെ മൈക്കൊക്കെ മ്യൂട്ട് ആണ്. ഓക്കെ, ജസ്റ്റ് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? 1 by 1 പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അൽനരാജ്, ആനന്ദൻ, ആനന്ദ്വി, അനൂപ്, ആരതി, നിങ്ങളൊക്കെ എന്നെക്കാളും ഒരുപാട് മൂത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് പ്രായം കുറഞ്ഞ കുറച്ച് പേരിൽ ഒരാളാണ്. ഹലോ അജയ്, കേൾക്കാമോ? കേൾക്കാനുണ്ട്. അജയ്, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അജയ് പറഞ്ഞില്ല നമ്മളിപ്പോ ഒരു മീനിങ് തന്നെ വരുന്ന പല വേർഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു വേർഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഒരു കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അത് ആക്ച്വലി അത് ഞാൻ തന്നെ പറഞ്ഞത്, ഞാൻ എവിടെ നിന്നും കേട്ടതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കേസിൽ ഒരു വേർഡ്, ഇപ്പം നമ്മളിപ്പോൾ ക്രിമിനൽ ജസ്റ്റ് ഞാൻ ഇട്ട PDF ഉണ്ട്. ആ PDF ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് കാണാം. നമ്മൾ അങ്ങനെ അതുമല്ല ഇതുമല്ല എന്നുള്ള രീതിയിൽ അർത്ഥം, മീൻസ് ഒരാളെ മുഷിപ്പിക്കുന്ന രീതിയിൽ അർത്ഥം വരാത്ത രീതിയിലുള്ള വേർഡ്സുകൾ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നർ മീനിങ് ഒക്കെ വെച്ചിട്ട്
പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യം അതാവും. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഓരോ വേർഡ്സ് പോലെ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ അവിടെ എക്സാം എഴുതുമ്പോൾ ഒരാളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഉള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ ആ ഇട്ട PDF അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, ഇതിന് പകരം ഇത് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു PDF ഇട്ടിരുന്നു. അതിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാടല്ല, അത്യാവശ്യം വേർഡ്സ് ഉണ്ട്. അത് നോക്കിയാൽ മതിയാവും, ഒരു ഐഡിയ മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മള് എസ്സേന്റെ തുടക്കം ഒരു 20-30 മിനിറ്റ്സ് ഒരു എസ്സേ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യല്ലോ, അത് നമ്മൾ ആൻസർ ഷീറ്റ് തന്നെയാണോ ചെയ്യേണ്ടത്? ഇല്ല, ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 10-30 പേജുള്ള ഒരു ഷീറ്റ് ആവും. 10-20 പേജ് എന്തായാലും ഉണ്ടാവും. എഴുതിയവർ ജസ്റ്റ് അത്യാവശ്യം വലിയ ലെങ്ത് ഉള്ള ഒരു ഷീറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് പേജിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി എന്ത് വേണമെങ്കിലും ചെയ്യാം. റഫ് ഷീറ്റ് എന്തായാലും ഉണ്ടാവും. റഫ് ഷീറ്റിൽ എഴുതാം, അല്ല ഈ പേജിൻ്റെ ലാസ്റ്റ് റഫ് ഷീറ്റ് ഉണ്ടാവും. റഫ് ഷീറ്റിൽ എഴുതാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഇതൊരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. റഫ് ഷീറ്റിൽ എഴുതാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ തന്നെയാണ് അജി, റഫ് ഷീറ്റിൽ എഴുതാന്നാണ്. അത് വലിയൊരു ബുക്ക്ലെറ്റ് പോലെയാണ്, നമ്മുടെ ഒരു പേപ്പർ പോലെയാണ്. സാധാരണ ഒരു A4-നേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പേപ്പറാണ്. അപ്പൊ നമുക്ക് അതിന്റെ സൈഡിൽ എഴുതിനേക്കാളും നല്ലത് അതിന്റെ ബാക്കിൽ റഫ് ഷീറ്റ് പോലത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാവുന്നതാണ്. ക്ലിയർ ആയോ? അല്ല, ഓക്കെ. ജസ്റ്റ് ഇനി വേറെ വല്ലവർക്കും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനുണ്ടോ? ഹലോ, ആരെങ്കിലും റിപ്ലൈ കൊടുക്കൂ. എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഹലോ, ചോദിക്കൂ. ഹലോ, ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മാത്രമാണോ? ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എല്ലാതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഡിസ്കസ് എന്നാണെങ്കിൽ ഡിസ്കസ് സഫിക്സ് പോലെ വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ കൊടുക്കാം. ക്രിട്ടിക്കൽ ഇവാലുവേറ്റിനും കൊടുക്കാം. അനലൈസിന് കൊടുക്കണ്ടേന്ന് എനിക്ക് ഡൗട്ടാണ്. ഇവാലുവേറ്റിനും നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ അതിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നതാവും നല്ലത്. അല്ല, മെയിൻസിലൊക്കെ എഴുതുമ്പോ ഉദയൻ ചേട്ടൻ തന്നെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെയിൻസിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഒപ്പീനിയൻസ് ഒരിക്കലും എഴുതരുത്. അപ്പൊ അതുപോലെയാണോ? ഞാൻ ആഡ് ചെയ്തോട്ടെ. അതെന്താണെന്നറിയോ, അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാനൊരു എസ്സേന്റെ പേപ്പർ ഇട്ടുണ്ടായിരുന്നു അന്ന് സൈറ്റ്സ് ഇതില് നമ്മുടെ ഗ്രൂപ്പില്. അത് നോക്കിയാൽ കണ്ടാ അറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോവർട്ടി എനിവെയർ ഈസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവറിവെയർ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പോവർട്ടി എനിവെയർ ഈസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവറിവെയർ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? പോവർട്ടി എന്ന് പറയുന്നത്, പോവർട്ടി മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പോവർട്ടി ഈസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി ടു എവറിവെയർ. അപ്പോ അത്തരത്തിലൊരു ക്വസ്റ്റ്യന് നമ്മുടെ അഭിപ്രായം എഴുതാം. പക്ഷെ എഴുതുന്ന അഭിപ്രായം എപ്പോഴും നമ്മളുടെ, അതായത് ചിലപ്പോ എന്താണെന്ന് അറിയോ, ചിലർ തീവ്രമായ നിലപാടുകളായിരിക്കും. ചില ആളുകൾക്ക് നിലപാടുകൾ ഭയങ്കര തീവ്രമായിരിക്കും. രാഷ്ട്രീയപരമായിട്ട് ചിലർക്ക് കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരെ നിലപാട് കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ട് നിലപാടുണ്ടായിരിക്കും. അത്തരം നിലപാടുകളൊന്നും കൊണ്ടുവരരുത് എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ ഹസീഫയ്ക്ക്? മതപരമായോ രാഷ്ട്രീയപരമായോ തീവ്രമായ നിലപാട് ഉണ്ടാക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോ നക്സലിസത്തെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നക്സലിസത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹസീഫ നക്സലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. എന്നാൽ നക്സലിസം അടിച്ചമർത്താൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. മൊത്തത്തിൽ അടിച്ചമർത്തുന്ന രീതിയിലും ആവരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഹസീഫയ്ക്ക്? അതായത് നക്സലിസം നമുക്ക് എന്തായാലും അങ്ങനെ അടിച്ചമർത്തി കളയാൻ പറ്റില്ല. അത് റിപ്രസ് ചെയ്ത് വരും നമ്മുടെ അടുത്തേക്ക്. എന്നാൽ നക്സലിസം നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ആസ് എ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ത്രെട്ടാണ്, ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ടാണ് നക്സലിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയും നമുക്ക്, അപ്പൊ അതൊരു
ഒരു ഒരു സെമി മോഡൽ അപ്രോച്ച് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായി. ക്ലിയർ ആയി തോന്നുന്നു ആസിഫ്? മനസ്സിലായി. ഓക്കെ, ഡൗട്ട് ചോദിക്കാനുള്ളവർ ചോദിക്കൂ, വേഗം സമയം പോകുന്നു. കഴിഞ്ഞു അല്ലേ? പക്ഷെ അജയ് നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആർക്കും ഇനി ചോദിക്കാൻ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആൾക്കാരുടെ എണ്ണൊക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നല്ലോ. ക്ലിയർ ആയി, കൺക്ലൂഡ് ചെയ്യാം. പുതിയ ആളുകൾ വന്നില്ലല്ലേ? പുതിയ ആളുകൾ വന്നെങ്കിൽ അവരും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിർത്തായിരുന്നു. അമിത ഉണ്ടായിരുന്നു, ആഡ് ചെയ്തല്ല, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് ലെഫ്റ്റ് ആയിരിക്കുന്നു. എന്റെ ഇടയ്ക്ക് ഒന്ന് ലെഫ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാനില്ല. മറ്റാൾക്ക് ഇന്ന് എന്തോ വർക്കിന്റെ തിരക്കാണ്. ആള് നാളെ മുതൽ ഒക്കെ ആവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ചിന്ന ചിന്ന വർക്കുകളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് ഇനി. അപ്പൊ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോ ഞാൻ ആസിഫുമായിട്ട് രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഒരു ചെറിയ വർക്ക് ഞാൻ തന്നോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു ചെറിയ വർക്ക് തന്നോട്ടെ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, തന്നോളൂ. കുഴപ്പമില്ലല്ലോ, ചെറിയൊരു വർക്കാണ്, ഞാനും ചെയ്യുന്നുണ്ട്. അജയ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ല, ഞാനും ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ പറ്റാവുന്നവര് മാക്സിമം ചെയ്യാം. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു എപ്പിഡമിക് ആണ് കൊറോണ. അപ്പൊ ഈ കൊറോണയെ കുറിച്ച് സയന്റിഫിക് അല്ലാതെ ആസ് എ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത്, നിങ്ങള് ഉള്ള ഒരു ജില്ലയിലാണ് കൊറോണ ഒരു തീവ്ര വ്യാപനം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ആരെയും റെസ്പോണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങള് ഭരിക്കുന്ന ജില്ലയിലാണ് കൊറോണയുടെ തീവ്ര വ്യാപനം വരുന്നതെങ്കിൽ ആസ് എ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെ തീരുമാനം എടുക്കും? ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, അത് അടിവരയിട്ട് പറയുന്നു. ആസ് എ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം, എന്തൊക്കെ സയന്റിഫിക് ഫാക്ട് ഒക്കെ വിട്ടേക്കൂ. ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ ആ ജില്ലയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും? ഓക്കെ, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളത് ചെറുതായിട്ടൊരു ഫാക്ട് പോലെ എഴുതിയിട്ട് നാളെ നമുക്കൊന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എന്തൊക്കെ ഫാക്ട്, അതായത് ഓരോരുത്തരും വെർസറ്റൈൽ ആയിരിക്കണം, ഒന്നിൽ നിന്നും കോപ്പി ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒരു ഐഡിയ ഒന്ന് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 പോയിന്റ് മതി. കൃത്യം ഒരു 5 പോയിന്റ്, ഈച്ച് ആൻഡ് എവരി വൺ ഒരു 5 പോയിന്റ് ഇട്ടാൽ മതി. നിങ്ങൾ എന്തൊക്കെ നടപടികൾ എടുക്കും എന്നുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിലാണ് കൊറോണ വന്നിരിക്കുന്നത്, കുറച്ച് തീവ്ര വ്യാപനമാണ്. എന്തൊക്കെ നടപടികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു 5 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസിന് എല്ലാവരും ഓക്കെ ആണല്ലോ? ടൈമും കൂടി പറഞ്ഞു തരാമോ? ടൈമിന്റെ ഉള്ളിലാണെങ്കിൽ ഏത് ടൈമിലാണ് ഇടണ്ടേന്നുള്ളത്? അത് ഞാൻ പലരും ഓക്കെ, ടൈം ഞാൻ പറയാം. ഇപ്പൊ നാളെ സൺഡേ അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെയുള്ള ടൈമുണ്ട്. നമ്മുടെ മീറ്റിങ്ങിന്റെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാക്സിമം 4 മണി തൊട്ട് 7 മണി വരെ ഹസീഫ് ഒന്ന് അഡ്മിൻ ഓഫ് ആക്കി കൊടുക്കണം. അപ്പോൾ 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഇടാം. അത്രയും സമയമുണ്ട്. അപ്പൊ 5 പോയിന്റ് മതി, വെറും 5 പോയിന്റ് മതി. ഓക്കെ, അപ്പൊ എല്ലാവരും വെർസറ്റൈൽ പോയിന്റ് ഇടാൻ നോക്കുക പരമാവധി. പറഞ്ഞു ശ്രീശിവ, പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തോ പറയാൻ വന്നിരുന്നു. റിതി പറഞ്ഞു. അല്ല, ഞാൻ അത് ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞത്. ഗ്രൂപ്പിലിടാ, ഡെഫിനറ്റ്ലി ഗ്രൂപ്പിലിടും. വിഷ്ണു എന്തോ പറയാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ അത് തന്നെയാ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗ്രൂപ്പിലിടുന്ന കാര്യം. ഗ്രൂപ്പിലിടും, ഡെഫിനറ്റ്ലി ഗ്രൂപ്പിലിടും. അപ്പൊ ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഒരു കൊറോണ വ്യാപനം നിങ്ങളുടെ ജില്ലയിലാണ്, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസറായി ഡിപ്ലോമാറ്റിക് ഓഫീസർ ആയിരിക്കുന്ന ജില്ലയിലാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിനെതിരെ എന്ത് നടപടി എടുക്കും? ഒരു 5 പോയിന്റ് നിങ്ങൾ
ഒരു മീറ്റിംഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, അതിനെതിരെയുള്ള ഒരു മീറ്റിംഗ്, ബാക്കിയുള്ള കൗണ്ടർ പാർട്സിന്റെ മീറ്റിംഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയും എന്നുള്ളത് ഒരു ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. ജസ്റ്റ് ചെറിയ ടാസ്കാ. സയന്റിഫിക് ഫാക്ടർ ഒന്നും വേണ്ട. സയന്റിഫിക് ഫാക്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിച്ച് 5 എണ്ണം മതി, മാക്സിമം 5 എണ്ണം, മിനിമം ഒരു 2 പോയിന്റ് എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മീറ്റിംഗ് ഇനി മുതൽ 7 മണി തന്നെ ആക്കാൻ നോക്കുക മാക്സിമം. ഇപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് 7:05 എത്തുന്നുണ്ട്. അത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. 7:05 കുറച്ചിട്ട് ഒരു 7:02 വരെ ആക്ച്വലി 6:45 മുതൽ ഓണാക്കി ഇടാറുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് 6:45 മുതൽ ഞാൻ ഓണാക്കി ഇടാറുണ്ട്. സമയം ഇരിക്കാന്നുള്ളത് എല്ലാവരും ജോയിൻ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് 6:25 ഓപ്പൺ ചെയ്തിട്ടത്. ആളുകൾ വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം വരെ നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം. നമ്മളൊരു സിവിൽ സർവന്റ് ആവാൻ പോകുന്ന ആളാണ്. സോ നമ്മുടെ ആദ്യത്തെ ക്വാളിറ്റി വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. സിവിൽ സർവന്റ് എന്നല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആദ്യത്തെ ക്വാളിറ്റി വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും അവിടെ എത്താനുള്ള ശ്രമമാണ് വേണ്ടത്. അപ്പൊ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം 7 മണിക്ക്, 7 മണി മാക്സിമം 7:02, അത് വിട്ട് പോവാതിരിക്കാൻ നോക്കുക. കാരണം ആ പ്രവണത നല്ലതല്ല. 7:05 വരെ നമ്മള് ബാക്കിയുള്ളവർ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കണ്ട. അതുമാത്രല്ല, പ്രസന്റ് ചെയ്യുന്ന ആള് കുറച്ചുകൂടി നേരത്തെ വരാൻ നോക്കുക. പ്രസന്റ് ചെയ്യുന്ന ആള് കുറച്ചുകൂടി നേരത്തെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നിൽക്കും. പിന്നെ ആർക്കും വേണ്ടി കാത്തിരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാക്കരുത്. കാരണം നമുക്ക് 1 മണിക്കൂറല്ലേ ഉള്ളൂ, പലർക്കും പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ 1 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് പോവാന്ന് പറയുന്നത് ഭയങ്കര മോശം പ്രവണതയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ആർക്കും വിഷമമൊന്നുമില്ലല്ലോ? അതിൽ വിഷമമൊന്നുമില്ല. ചെയ്തിരുന്നു. എന്റെ എല്ലാ വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുളിക്കല് പോലും ഇല്ല. അതിനു മുമ്പ് ഞാൻ കറക്റ്റ് മീറ്റിംഗിന് ജോയിൻ ചെയ്തു. കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിറയെ പൊടി. ഞാൻ എന്റെ വീട്ടില് എന്റെ ചെറിയൊരു ലൈബ്രറി ഉണ്ട്. അപ്പൊ പുസ്തകങ്ങൾ ഒതുക്കി വെക്കുന്നത് തിരക്കില്ല. അപ്പൊ പുസ്തകങ്ങള് മൊത്തം ഇപ്പൊ നിലത്തിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അത് ഒതുക്കി കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് വേണം കിടക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആ ഒരു ഉദയം പറഞ്ഞ പോലെ നല്ല ഒരു ഇതിൽ തന്നെ പോകണം. അതെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യാലോ. പിന്നെ അതുപോലെ പുതിയത് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അസിഫി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും, പോയ ആൾക്കാർക്ക് പകരം വെക്കാനായിട്ട്. അസിഫ എന്താ ഓക്കെ ആണല്ലോ? പോകുന്നവര് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നവര് അവരുത് കേട്ടോ. അതെ, അത് പിന്നെ ആ ഡിപ്പെൻസ് അപ്പാണ്. അവർ പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നിൽക്കുന്നവര് നിൽക്കുക, നിലനിന്ന് പോവാ.